എന്തിനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊരു ചോദ്യം ഇടാണ്. എന്തിന് സ്റ്റാർട്ട് ചെയ്തു? ഞാനെന്തിനാ ഇത് ആരംഭിച്ചതെന്ന് നമുക്ക് തോന്നുമല്ലോ. എന്തിന്? അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടായാൽ ഫ്രീഡം, ഇൻകം, ഇമ്പാക്റ്റ്. വൈ ഡിഡ് ദിസ് ഹാപ്പൻ? ഇതൊക്കെ സംഭവിച്ചോ? ഫ്രീഡം കിട്ടിയോ? ഇൻകം കിട്ടിയോ? അതല്ല ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയോ എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ ചോദിക്കുന്നത് അബു ഫൈസലിനോട്, നമ്മൾ ഈ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീഡം കിട്ടിയോ? ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയോ? ഒരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളോ? 95% ഫ്രീഡം. നമ്മളില്ലെങ്കിലും ബിസിനസ് അവിടെ വർക്ക് ചെയ്യും അല്ലേ? ഈ ഒരു സെറ്റപ്പിൽ ഫ്രീഡം 95 കിട്ടി. നോക്കോ, 60. സാറിനോ? 70. ലുക്കുമാനോ? ഫ്രീഡം ഇല്ല. നമ്മുടെ ഇൻചാർജ് ഉള്ള നമ്മുടെ ഓൺ ലെവലിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകൾ, ആ ബ്രാഞ്ചുകളിൽ നമുക്ക് ഫ്രീഡം ഉണ്ടോ? നമ്മളൊന്ന് ഫോൺ ഓഫാക്കി വെച്ചാൽ, ഫോൺ മാറ്റി വെച്ചാൽ നമുക്ക് ഫ്രീഡം ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? 50%. നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലേ നമ്മൾ ചിന്തിക്കുന്നത് ഫ്രീഡം വേണം, ഇന്നത് വേണം, ഇന്ന കാര്യം വേണം, ഈ രൂപത്തിലാവണം. പക്ഷേ അത് നമുക്ക് എത്ര പെർസെൻറ്റേജ് എന്ന് നിങ്ങളുടെ നോട്ട്സില്ല, ചെറിയ നോട്ട് അതിലേക്ക് നിങ്ങൾ എടുക്കണം. ഫ്രീഡം എനിക്ക് ഇത്ര പെർസെൻറ്റേജ്. നോട്ട്സ് ഇവർ കളക്ട് ചെയ്യും. ഓരോ ടേബിളിനും ഓരോ കോഡ് അവർ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓരോ വ്യക്തിക്ക് ഓരോ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് അവർ വന്നിട്ട് എന്ത് ചെയ്യും? അത് നോട്ട് ചെയ്യും. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സെഷൻ വളരെ എന്താ പറയുക എഫക്റ്റീവായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കൂടുതൽ ആളുകളൊന്നുമില്ല. കൂടുതൽ ആളുകളുണ്ടായാൽ എന്ത് ചെയ്യും? ഒരു ബഹളവും ഒരു എന്തൊക്കെയോ ഒരു രീതിയിലൊരു സെറ്റായി പോവും. ആ മോട്ടിവേഷനിൽ ഇവിടെ കാര്യമില്ല, ജഗവ കാണിക്കാതൊന്നുമില്ല. ആക്ച്വലി ഓൺലി ഇതൊരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ നേടിയെടുക്കണം. ഞാൻ ഏകദേശം എൻ്റെ കാല് ആക്സിഡൻ്റാണ്, മുട്ടുമടങ്ങില്ല. അപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരും ജീവിക്കണമല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഒരു കാര്യത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ ബിസിനസ്സിലേക്ക് എത്തുകയാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ട് ആ ബിസിനസ്സിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവും, ലോസും ഉണ്ടാവും. അപ്പോൾ എനിക്ക് നേട്ടം ഉണ്ടായി, ലോസും ഉണ്ടായി. അപ്പോൾ ആ ഒരു കാലയളവിൽ ഞാൻ എടുത്തു വെച്ച എൻ്റെ പദ്ധതികൾ, ഞാനിതുപോലെ എന്തിനാണ് തുടങ്ങുന്നത്? ഫ്രീഡത്തിനാണ്, ഇമ്പാക്റ്റിനാണ്, ഇൻകം ഉണ്ടാക്കാനാണ്. ജീവിക്കേണ്ടതെന്നല്ലേ നമ്മളെല്ലാം പറയുന്നത്. എന്തിനാണിത്? ജീവിക്കണ്ടേ? അത് ഇൻകമാണ്. വെറുതെ ഒന്നിരിക്കണ്ടേ? അത് ഫ്രീഡമാണ്. എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് സൃഷ്ടിക്കണ്ടേ? അതെന്താണ്? ഇമ്പാക്റ്റാണ് അല്ലേ? പക്ഷേ ഇതെനിക്ക് ഒരു സമയത്ത് ലോസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതില്ലാതെ വരുമ്പോൾ നമ്മൾ മാറി നിന്ന് ചിന്തിക്കും, വൈ ഡിഡ് ദിസ് ഹാപ്പൻ? എന്താ സംഭവിച്ചത്? ഞാൻ ഉദ്ദേശിച്ച ഫ്രീഡം എവിടെ? ഞാൻ ഉദ്ദേശിച്ച ഹാപ്പിനെസ് എവിടെ? ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഇമ്പാക്റ്റ് എവിടെ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ശരിക്കും നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രോബ്ലം ഏതാണ് എന്ന് എക്സാക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ താഴെ വീണാൽ സാധാരണ നമ്മൾ വീണിട്ട് എഴുന്നേറ്റ് ഓടും. അതാണ് ഓണേഴ്സ് ചെയ്യേണ്ടത്. ഓണേഴ്സ് എന്താ ചെയ്യേണ്ടത്? വീഴുക, എഴുന്നേറ്റ് ഓടുക. പക്ഷേ അത് എവിടെയാണുള്ള വീണത് നോക്കിയിട്ട് ആ പ്രശ്നം എന്താണെന്ന് പരിഹരിക്കാൻ പോയാലേ ആ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓണർക്ക് എന്താവും? പ്രയാസം വരും. പക്ഷെ തുടരെ വീണാൽ എന്ത് ചെയ്യണം? എവിടെയാണ് വീണത്? ഇവിടെ എവിടെയാണ് പ്രശ്നം ഇല്ല നോക്കൂലേ? അപ്പോൾ എന്താണ്? പടി, ആ പടിയുടെ സ്പേസ് കുറച്ചിരിക്കുകയാണ് ആ ഭാഗത്ത്. നമ്മൾ ചില ഷോപ്പുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ എക്യുപ്മെൻറ്റ്സ് വെച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് നിൽക്കേണ്ട ഒരു പരിധിയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ കസേര എടുത്തിട്ട് മാറ്റി, കാരണം എനിക്ക് അൺകംഫർട്ടാണ് നടക്കാൻ. ഇതിവിടെ വേണം.
അപ്പോൾ ഇത് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ തന്നെ സ്വയം അതെടുത്ത് മാറ്റി. ഒരു പഴത്തിൽ വീണാൽ ആ വഴിയിലെ ബുദ്ധിമുട്ട് നമ്മൾ മാറ്റുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്താ പ്രശ്നം കണ്ടെത്തി, എന്നിട്ട് അത് മാറ്റാമെന്ന് പറയുമല്ലോ. എന്നതുപോലെ ഞാനും എൻ്റെ ബിസിനസ്സിലെ റിയൽ പ്രോബ്ലത്തെ കണ്ടെത്തി. അതിൽപ്പെട്ട ഒരു പ്രധാന പോയിൻ്റ് എംപ്ലോയി മാനേജ്മെൻറ്റ്. ഞാൻ എൻ്റെ എംപ്ലോയിയെ എടുത്തു. അവിടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, പരിചയക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം കൂറ് കാണിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ പരിഗണിക്കും. അവരുടെ തലയിലേക്ക് നീ അങ്ങോട്ട് പോവല്ലേ, എന്നാൽ ഇതും കൂടെ പിടിച്ചു. നമ്മളങ്ങനെയാണല്ലോ, ഒരു സാധനം എടുക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളാരാണ്, എന്നാൽ പിന്നെ ഇതും കൂടെ വെച്ചോ, അതാ ഒറ്റ പോക്കിൽ നമ്മൾ കൂടുതൽ പണിയെടുക്കും. കാരണം എന്താ? കൂടുതൽ ജാഗ്രതയോടുകൂടി അവർ പ്രവർത്തിക്കും എന്ന് നമുക്കൊരു ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? താങ്ങാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്കം കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് അത്യാവശ്യം തരക്കേടില്ല എന്ന് തോന്നിയ ആളെ നമ്മൾ ആരാക്കും? മാനേജറാക്കും, പ്രമോഷൻ കൊടുക്കും. അത് വലിയൊരു പ്രയാസം സൃഷ്ടിക്കും. ഒരു ദിവസം ഞാനിവിടെ എംപ്ലോയി ആയിട്ട് വെച്ച ആളെ ഞാൻ സൂപ്പർവൈസറാക്കി. അപ്പോൾ ആ ആളെ ഏറ്റെടുക്കാനൊരു പ്രശ്നം ഉണ്ടാവില്ല. അവരേറ്റെടുത്തു. പക്ഷെ ഒരു എക്സാക്റ്റ് ഒരു പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഞാനിവിടെ എംപ്ലോയി വന്നില്ലേ, എന്നെ ഇതെല്ലാം കൂടെ ഏൽപ്പിച്ചെന്ത് ചെയ്യും? ആ ഒരു ചോദ്യമാണ് നമ്മളവിടെ ഒരു റെഡ് മാർക്ക് ഇട്ടു. നീ ആരാടാ ഇത്? ആരോട് ചോദിക്കുക? എന്നോട് തന്നെ. നീ എന്താണ് അവർക്ക് ചെയ്തു കൊടുത്തത്? ബെനിഫിറ്റ്സാണ് കൊടുത്തത്. പക്ഷെ നീ എന്ത് ബെനിഫിറ്റ് കൊടുത്തിട്ട് എന്തായി? ചോദ്യമാണ്. എൻ്റെ മൈൻഡിൽ വീണ്ടും 2021 18 മുതൽ 19 വരെയുള്ള ആ കാലയളവിലെ ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് ആ ഹയറിങ് പ്രൊസീജിയറിലൊക്കെ പല മാറ്റങ്ങളും വരുത്താൻ തുടങ്ങി. ഇത് നമ്മുടെ അനുഭവമാണ്. നിങ്ങൾ തന്നെ ഇത്രയും കാലം എത്ര വർഷം ബിസിനസ് ചെയ്യുന്നു? 12. എത്രയായി സാറ് ചെയ്യുന്നത്? എക്സോട്ടിക് അല്ലേ? സ്വന്തമാണ്. 5 വർഷമായി. നിങ്ങളോ? 25 വർഷമായി. അപ്പോൾ അത്രയും വർഷം കൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു 5 വർഷം മനസ്സിലാക്കിയതല്ലേ ഇപ്പോൾ? പിന്നെ മാറി ഇല്ലേ? പക്ഷെ നമ്മൾ കുറേ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അടുത്ത വന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ചില സമയത്ത് ഒബ്സ്റ്റക്കിൾസ്. അതാണ് ബുദ്ധിമുട്ട്, അവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞാനും ചിന്തിച്ചു. അന്ന് ഏകദേശം 1 crore അടുത്തുള്ള ബിസിനസ്സിനെ ഞാൻ എന്ത് ചെയ്തു? ഇനി അങ്ങോട്ട് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം വരാൻ പോകുന്ന ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് നമ്മൾ തന്നെ അതിനെന്ത് ചെയ്തു? ഒന്ന് കില്ല് ചെയ്തു. അതായത് പ്രോ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നം നേരിട്ടിട്ടല്ല നമ്മൾ പരിഹാരം എടുക്കേണ്ടത്. പ്രശ്നമാകുന്നു എന്ന് കണ്ടാൽ തന്നെ എന്ത് ചെയ്യണം? ആൻറ്റിസിപ്പേഷൻ സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം. കയ്യിൽ നിന്ന് പലതും വിട്ടും. ലോസ് എന്ന് പറയുമ്പോൾ ഒരു കുത്തനൊരു പോക്കായിരിക്കും. ഈ അടുത്തിപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞത്, അദ്ദേഹം പിന്നെ ഗൾഫിൽ, വിദേശത്ത് ദുബായിൽ ലോജിസ്റ്റിക് പാർട്ണർഷിപ്പിൻ്റെ പദ്ധതി അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആൾ പണ്ടേ ബിസിനസ് ചെയ്യുമ്പോൾ ലോസ് പോവും, ഉയരും. 8 crore എന്ത് ചെയ്തു? കടം വന്നു. എന്നിട്ട് ആ 8 crore 2 year കൊണ്ട് വീട്ടി. ബിസിനസ്സിൽ തന്നെ വീട്ടി, അവിടെ വെച്ച് തന്നെ. അങ്ങനെ അദ്ദേഹം വലിയൊരു സെറ്റപ്പിന് എന്ത് ചെയ്തു? ഇണക്കി. പക്ഷേ ബിസിനസ് നല്ലതുപോലെ കുത്തനെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഒരു ആപ്പ് നിർമ്മിക്കുന്നുണ്ട്. ആപ്പ് ബിൽഡ് ചെയ്തിട്ട് ഈ ആപ്പിൻ്റെ സർവീസും ഇവർ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫുള്ളങ്ങ് എടുക്കുകയാണ്. അങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ഒരു പെനട്രേഷൻ, വേറൊരു ഫേം കടന്നു വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 175 സ്റ്റാഫിനെ ഒറ്റയടിക്ക് വലിച്ചുകൊണ്ടുപോയി. എന്നിട്ട് മൂപ്പര് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് സാറ് പറയുന്ന പോലെ അല്ല. ഞാൻ കുറച്ച് നേരം പറഞ്ഞത് മൂപ്പര് അംഗീകരിച്ചില്ല. അവസാനം ഞാൻ കൺസൾട്ടിങ് ടൈമിലാണ് ഞാൻ എഴുന്നേറ്റിട്ട് ബോർഡിൽ വരച്ചു കൊടുത്തു. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ എന്തായിരിക്കും? ഒരു കോൺട്രാക്ടറെ കൊണ്ടായിരിക്കും. അവിടെ ഇപ്പോൾ ഏതായാലും ആളെ കൊടുക്കാൻ ഈ ലോജിസ്റ്റിക് ലെവലിലേക്ക് പോകുമ്പോൾ കോൺട്രാക്ടർ ഉണ്ടാവും. പിന്നെ
ഈ സൊമാറ്റോ പോലെയുള്ള സ്വിഗ്ഗി പോലെയുള്ള കമ്പനികൾ പോലും അവലംബിക്കുന്നത് ഇതുപോലെയുള്ള തേർഡ് പാർട്ടീസാണ്. ഈ തേർഡ് പാർട്ടിയുടെ എംപ്ലോയി തന്നെ എന്തുണ്ടാവും, എന്നും വരുന്ന പണിക്കാരുണ്ടാവും. അപ്പോൾ സാറിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ ഓൺ സ്റ്റാഫാണോ? അല്ല, ആക്ച്വലി ഒരു കരാറുകാരായിരിക്കും. പക്ഷേ എന്നും പണിയുണ്ടെങ്കിൽ വേറെ എവിടെയും പോകില്ല, ഓൾറെഡി സ്ഥിരമായി. അങ്ങനെ ഇവിടെയും വരും. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിലും അൺഓർഗനൈസ്ഡ് സെക്ടറും ഇന്ന് ചെയ്യുന്ന എന്താ പറയുക, വലിയ മൂലധനം മുടക്കാത്തൊരു ബിസിനസ്സാണ് ഈ ലോജിസ്റ്റിക് എന്നത്. കാരണം മറ്റൊരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് ഷിപ്പ് ചെയ്താൽ മതി. ഇതാണ് സംഭവം അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്തു, ഒന്നിച്ച് വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ കോൺട്രാക്ടറുമായി എഗ്രി ആവുന്നതിൽ ഇദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഈ കോൺട്രാക്ടർക്ക് ഒരു മനുഷ്യപ്പറ്റുണ്ടാവണം. ഗൾഫിൽ എന്തായാലും പോകുന്നതിന് വേണ്ടിയാണ്, കാശുണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ പവർ കുറവായാൽ അവിടെ വലിയ ആഘാതം സൃഷ്ടിക്കും. അതിൽപ്പെട്ട ഏറ്റവും ഹൈലി എഫക്റ്റീവായ ഒരു പാർട്ടാണ് നമ്മുടെ കാര്യം നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുക എന്നത്. ഇപ്പം ഞാൻ സാറിനോട് തന്നെ ഏൽപ്പിച്ചിട്ട് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു, അംഗീകരിച്ചു, എഴുതിയും തന്നു. അപ്പോൾ എന്നോട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്ന്. എന്നിട്ടാ പോയി. ഞാൻ പറഞ്ഞു ഈ എഗ്രിമെൻ്റ് എന്തായി? ഇനിയിപ്പം നല്ലൊരാളുണ്ടെങ്കിൽ തന്നെ ആ ആൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റില്ല. കോൺട്രാക്ടറുടെ കയ്യിലാണെന്ത്, എല്ലാം കയ്യിരിക്കുന്ന മൊത്തം ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ തന്നെയുള്ള എല്ലാ കിടുതാപ്പും കൊടുത്തിരിക്കുന്നത് അവൻ്റെ കയ്യിലാവും. ഇനി നാട്ടിലാണെങ്കിലുള്ള അവസ്ഥ എന്ത്? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് 2-3 കാര്യങ്ങളിലേക്കാണ്. അതൊന്ന് വന്നാലാണ് ഈ എഴുതിയ പേപ്പറിനകത്ത് വാല്യൂ ഉണ്ടാവുള്ളൂ. ഒന്ന്, നമുക്ക് വേണ്ടത്, നമ്മളിവിടെ ഇന്ന് ചിന്തിക്കേണ്ടത്, ഒന്ന് EFL ആണ്. EFL നോട്ട് ചെയ്യൂ. EFL ഒന്ന്, EFL. മറ്റൊന്ന് IST. മറ്റൊന്ന് IST. അപ്പോൾ EFL-ഉം IST-യും നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യാൻ പറ്റണം. EFL-ഉം IST-യും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടാവുന്നത്. നമ്മൾ പറയത്തില്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമാനാണ് പറയൂലേ, ഭയങ്കര ഐഡിയ ആണ് പറയൂലേ, ബുദ്ധി, IQ. ആ IST-യുടെ I for IQ, ബുദ്ധി. I for ബുദ്ധി. അപ്പോൾ IQ എന്ന് പറയുന്നത് ബുദ്ധിയാണല്ലോ. IQ-യെ നമുക്ക് അളക്കണമല്ലോ. എങ്ങനെ? ഇതെത്ര ഉണ്ട് അളന്നും നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഇന്ന് ഉണ്ട്. ബുദ്ധി ഭയങ്കര ബുദ്ധിയാണ്, നമ്മൾ പറയാറില്ലേ, ഭയങ്കര ബുദ്ധിയാണ്. പക്ഷേ ഈ IQ മനസ്സിലാക്കുന്നത് എസ് എന്താണ്? S ഫോർ സെൻസ്. അപ്പോൾ S ഫോർ സെൻസ് ആണ്. ടിയോ? T ഫോർ തിങ്ക്. ഇനി പറ, ഒരാളുടെ ബുദ്ധിയെ, ആ IQ-യെ ടെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിയുണ്ട്, സെൻസ് ഇല്ലെങ്കിൽ ബുദ്ധി പോയില്ലേ? ഇനി സെൻസ് ഉണ്ട്, ബുദ്ധിയുണ്ട്, അയാൾക്ക് തിങ്ക് ഇല്ല, പോയി. തിങ്ക് തന്നെ 3 tier ആണ്. 1, തിങ്ക് ബിഗ്. 1 tier തിങ്ക് ഈസ് ബിഗ്. ബിഗ്. T ഫോർ തിങ്ക്. ആ തിങ്കിൽ തന്നെ 3 tier ഉണ്ട്, 3 ഘട്ടമുണ്ട്. എ പാർട്ട് ബിഗ്. ഒന്ന് ബിഗ്, അതായത് വലുതായി ചിന്തിക്കുക. 2 ഫാസ്റ്റ്, വേഗത്തിൽ ചിന്തിക്കുക. 3 എഹെഡ്. മുൻകൂട്ടി കാണുകയെന്ന് പറയത്തില്ലേ. അപ്പം നോക്കിയേ, ഒരാൾക്ക് ബുദ്ധിയുണ്ട്, സെൻസുണ്ട്. അപ്പോൾ അയാളുടെ ചിന്ത
ആ ചിന്ത കൊണ്ടാണ് ആ സെൻസിനെയും ബുദ്ധിയെയും കൺട്രോൾ ചെയ്യുന്നത്. ആ ചിന്ത ബിഗ്ഗായാൽ പ്രശ്നമാണ്. ബിഗ്ഗായപ്പോൾ എന്ത് ചെയ്തു? ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഞാൻ എന്ത് കാര്യം എളുപ്പം ചെയ്യും. അപ്പോൾ അവിടെ താഴെ മുൻകൂട്ടിയടാ, നീ എളുപ്പം ചെയ്തൊന്നും മുൻകൂട്ടി കാണണം. നീ കാണുന്നതല്ലേ എളുപ്പം അങ്ങോട്ട് ചെയ്യുമ്പോഴേ വളർന്നു വരുന്ന മക്കളാണ് പണി വളരരുത്. കാരണവന്മാർ പറയും ഒരു മുൻകൂട്ടി കാണൽ അല്ലേ. അപ്പോൾ വലുതായി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതിനും 3 ടയറാണ്. കണ്ടോ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ ബുദ്ധിമാനാണെന്ന് പറയണമെങ്കിൽ അവൻ്റെ ബോധം നന്നാവണം. ആ ബോധവും ബുദ്ധിയും തമ്മിൽ ഒരേപോലെ ആയാലും എന്തു പറ്റും? ആ ഒറ്റ കാര്യത്തിൽ തന്നെ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? തിങ്കിൽ. ഇപ്പം നമ്മൾ എടുക്കപ്പെടുന്ന ഓണേഴ്സ് ആയ നമ്മൾ എടുക്കപ്പെടുന്ന എംപ്ലോയിക്ക് സ്മോൾ തിങ്ക് ആണെങ്കിൽ നമ്മൾ ഈ വലിയ ചിന്തയെ കൊണ്ട് വച്ചിട്ട് കാര്യമുണ്ടോ? നീ ഇവിടെ വന്നാൽ എന്നിൽ നിന്ന് ഇന്നതൊക്കെ കിട്ടും, ഞാനിവിടെ ഉയരുമ്പോൾ നീയും ഉയരും, ഞാൻ ഉപയോഗിക്കുന്ന കാറ് ഇതാകുമ്പോൾ നിൻ്റെ കാർ ഇന്നതാകും, എല്ലാം കേൾക്കും. ശരിയാണ്. അവൻ മനസ്സിൽ ചിന്തിക്കും, സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ. ക്ലിയർ ആകുന്നുണ്ടോ? നമ്മളെ അവനെന്ത് തിരിച്ചു ചിന്തിക്കും? ഇയാൾ വലിയ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ആളാണ്, ഇതൊന്നും റിയാലിറ്റി അല്ല. കാരണം അയാൾ ഇതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. രാവിലെ നേരം വെളുക്കണം, വൈകുന്നേരം പോയി കിടന്നുറങ്ങണം, കിട്ടണതൊക്കെ കഴിക്കണം. ഇപ്പോൾ എംപ്ലോയിയുടെയും ചിന്ത മാറി തുടങ്ങി. എനിക്കെന്ത് ചെയ്യണം? കൂടുതൽ ഉയരണം, കൂടുതൽ വളരണം. കാരണം റീല് വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്നതും പിന്നെ ഹെലികോപ്റ്ററിൽ വന്ന് ചാടുന്നതൊക്കെ കാണുമ്പോൾ അത്യാവശ്യം 5 വർഷം ഒരു എംപ്ലോയി ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാം. പ്രശ്നമാണ്. ഇവിടെ ബിസിനസ് ഒരു വലിയ ലോകമാണ്. ഒരിക്കലും ആ ബിസിനസ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാതെ ഒരു മനുഷ്യനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. തൊഴിൽ ചെയ്യാം. ഇപ്പോൾ ഓരോ കമ്പനിയുടെ വലിയ മോണോപ്പൊളിയുള്ള, എസ്പെഷ്യലി ചൈന, ഇപ്പോൾ ദുബൈയിലൊക്കെ ആണെങ്കിൽ ചൈനയ്ക്ക് വലിയ മോണോപ്പൊളി ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയിട്ട് വേറൊരാൾ ദുബൈയിൽ വന്ന് ബിസിനസ് ഇട്ടാൽ പറ്റില്ല. നിങ്ങളെപ്പോഴും കേൾക്കുന്ന വാർത്തയാണ്, ദുബൈയിൽ എന്താണ്, ഒരു ബിസിനസ് വരുന്നു, തുടങ്ങുന്നു, പൂട്ടുന്നു, വേറെ വരുന്നു, തുടങ്ങുന്നു, പൂട്ടുന്നു, വേറെ വരുന്നു, തുടങ്ങുന്നു, പൂട്ടുന്നു. നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. പൈസ വെളുപ്പിക്കാൻ വരുന്നതെന്നും നിഗമിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പല ബിസിനസ്സും റിയലി സ്റ്റാർട്ട് ചെയ്തിട്ട് പൂട്ടിപ്പോകുന്നതിൻ്റെ കാരണം ഈ ഫങ്ഷനൊന്നുമില്ല, ബുദ്ധിപരമായ ചിന്തയില്ല. ഞാൻ പറയുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രീഡത്തിനും ഇൻകത്തിനും ഇമ്പാക്റ്റിനും വേണ്ടിയാണ്. പണമൊഴുക്കിൻ്റെ ചതുരങ്ങൾ വരക്കുമ്പോൾ അതിൽ നമുക്ക് കാണാം ബിസിനസ്, എംപ്ലോയി, ഇൻവെസ്റ്റർ, സെൽഫ് എംപ്ലോയി. എന്താണ് എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ്, ഇൻവെസ്റ്റർ. അപ്പോൾ ഈ ഒരു എംപ്ലോയി ആക്ച്വലി ഇൻവെസ്റ്റ് അല്ലേ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ്സിൽ ഒരു എംപ്ലോയി എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റാണ്. എന്ത്? അവരുടെ സമയം. ആ സമയത്തിന് വാല്യൂ ഉണ്ടാക്കിയെടുക്കേണ്ട ആൾ നമ്മളാണ്. നമ്മൾ ചിന്തിക്കണം. നിങ്ങളുടെ 95 എംപ്ലോയീസിനും JD ഉണ്ടോ? ജോബ് ഡിസ്ക്രിപ്ഷൻ റോളൊക്കെ ഉണ്ട്. നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നീ ഇന്ന പണി ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, കൊടുത്തിട്ടുണ്ട്. അതന്നെ ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ JD കൊടുക്കുന്നത്. നിങ്ങളോ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സാറോ? മാനേജേഴ്സിന് മാത്രം നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും അല്ലേ? സാറോ?
അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. നമ്മൾ നോക്കാറില്ല. ഫസ്റ്റ് ടൈമിൽ ഓഫർ ലെറ്റർ, പിന്നെ അങ്ങനെ സെക്കൻഡ് ടൈമിൽ ഇന്നത് അല്ലേ. എത്ര സ്റ്റാഫുണ്ട്? 19. പിന്നെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ എല്ലാം നമ്മൾ തുടങ്ങുകയാണ്. ജഫർഭായ് ഒരു 25 സ്റ്റാഫൊക്കെ ഉള്ള F&Bയിൽ നല്ല അലുവ, കോഴിക്കോടൻ അലുവ, ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ സെറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം അവരുടെ സിസ്റ്റം ഞങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാനെടുത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരാഴ്ചയായുള്ളൂ അല്ലേ നമ്മൾ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള. അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുള്ളൂ. നാളെ കഴിഞ്ഞ് മോനിഷയെ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആ എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർക്കടക്കം നമ്മളിപ്പോൾ JD പ്രിപ്പയറാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് കൊടുക്കും. ഓൾറെഡി അവർക്ക് അവരുടെ റോള് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടായാലും മഞ്ചേരി ബേസ് ചെയ്തിട്ടായാലും നമ്മുടെ കീഴിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ എംപ്ലോയീസിൻ്റെ മൈൻഡായിരിക്കണം ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവേണ്ടത്. ഓണറബിൾ ലെവലിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻചാർജ്, ടോട്ടലി ആ ഇൻചാർജ് കറക്റ്റായിട്ട് നമ്മൾ എടുത്തത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ എങ്ങനെ കയറ്റി എന്നൊരു ഓണറബിൾ മൈൻഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിക്ക് എത്തിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് പ്രോബ്ലം എവിടെയാണെന്ന് കണ്ടെത്തണം. അപ്പം ഞാൻ കണ്ടെത്തിയ കാര്യമാണെന്ത്, എംപ്ലോയി മാനേജ്മെൻറ്റ് പ്രശ്നമാണ്. പിന്നെയോ സെയിൽസ് സിസ്റ്റം ഇല്ല. സെയിൽസ് റാൻഡം. നമ്മൾ കൗണ്ടറിലിരിക്കുമ്പോൾ ആരെല്ലാം വന്നിട്ട് ഇറങ്ങിപ്പോയാൽ എന്താ പോകണം അല്ല, അത് നമ്മൾ പറഞ്ഞാൽ സെയിൽസ് ക്ലോസ് ആവും. അപ്പോൾ ഞാൻ മുമ്പ് എറണാകുളത്ത് നിന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് മറ്റേ നമ്മളെ ഈ കുരുമുളകിൻ്റെ പൊടിക്കണ ഐറ്റം ഉണ്ടല്ലോ, ഈ മാർക്കറ്റിൽ കിട്ടും. അത് പൊടിക്കണ്ട, കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കൊണ്ടിങ്ങനെ വെച്ചിട്ട് കറക്കി കൊടുത്താൽ മതി. ചെറിയ തരിയായിട്ട് പോകും. അത് വേറെ മിഷനറി ഒന്നുമല്ല, ഇതിന് ടെക്നോളജി ചെറിയൊരു സംഭവമാണത്. അത് ആ ഒരു കമ്പനി തന്നെ ചെറിയൊരു, അതായത് ഇന്ദുപ്പ്, അതുപോലെ ബ്ലാക്ക് ഉപ്പ്, അതുപോലെ തന്നെ നല്ല കുരുമുളക് ബോൾഡായിട്ടുള്ള കുറച്ചിട്ടിട്ട് അതോടുകൂടി ഈ സാധനത്തോടെ കൊടുക്കുന്നത്. അപ്പോൾ കൗതുകം കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇത് കൊണ്ടുവെക്കേണ്ടത് അവിടെയാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ പിള്ളേർ വിൽക്കത്തില്ലെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യും, കൗണ്ടൻ്റെ അവിടെ തന്നെ വെക്കും. എന്നിട്ട് ഞാൻ ആ സമയമാകുമ്പോൾ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, വിൽപ്പിക്കുമായിരുന്നു. അവസാനം ഇവർ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടും ഇത് പോവില്ല. എംപ്ലോയിയുടെ മൈൻഡ് സെറ്റ്, മുതലാളിക്ക് വേറെ പണിയൊന്നുമില്ല, മുപ്പര അവിടെ പോയി അത് ഇതൊക്കെ എടുത്തുകൊണ്ട് വരും. ഇങ്ങനൊരു മൈൻഡായി കഴിഞ്ഞാൽ നമ്മൾ പറയാം, എടാ ഇതിനകത്ത് ഇങ്ങനെ ചെയ്താൽ പോരെ. അപ്പം പറയാം അതൊന്നും കഴിയില്ല. അതിപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് നിങ്ങൾ കൺസെഷൻ തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. അല്ലടാ ഇവിടെ ഒരു ഗ്രൂ കൊടുത്തിട്ട് ഇങ്ങനെ, അതൊക്കെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. ഇത് ഈ ഒരു ഡിസൈൻസ് കൊടുക്കുമ്പോൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനോ അതിനെ ആക്ട് ചെയ്യാനോ അവർ തയ്യാറാവില്ല. അവരുടേതായ സ്മോൾ തിങ്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബിഗ് തിങ്ക് എന്താവില്ല, കണക്റ്റ് ആവില്ല. അപ്പം നമ്മൾ ആരായിട്ട് മാറും, മണ്ടനാണെന്ന് തോന്നും. നമ്മൾ ആരാണെന്ന് തോന്നും അവർക്ക്, മണ്ടനാണെന്ന്. മണ്ടാന്ന് വിളിക്കുമോ? ബോസ് എന്നേ വിളിക്കുള്ളൂ, സർ എന്നേ വിളിക്കുള്ളൂ. ക്ലിയറായോ? ഇതിൽ നിന്ന് ഒരു ഒരു റീസെറ്റ് നമുക്ക് ഇന്ന് നടത്തണം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ സെഷൻ 1 ഓപ്പൺ ആക്കിയില്ലേ, കയ്യിൽ കിട്ടിയിരിക്കുന്ന നിങ്ങളൊന്ന് മറിക്കുമ്പോൾ എംപ്ലോയിയെ മാനേജ് ചെയ്യുക എന്നത്, എംപ്ലോയിയെ മാനേജ് ചെയ്യുക എന്നുള്ളത് റിസ്ക്കാണോ? റിസ്ക്കായിട്ട് തോന്നുന്നവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. നിങ്ങൾക്ക് റിസ്ക്കാ കൊണ്ട് കിടക്കണ്ടേ ഉണ്ണി സാറേ? റിസ്ക്കാ? കുഴപ്പമൊന്നുമില്ല. റിസ്ക് ഉണ്ടോ? സിസ്റ്റം ഡ്രിവൻ ആണെങ്കിൽ റിസ്ക് കുറയില്ലേ അല്ലേ? സ്ട്രെസ് ഡ്രിവൻ ആണെങ്കിലാണ് റിസ്ക് ഉണ്ടാകുന്നത്. അപ്പോൾ റിസ്ക് എലമെൻറ്റ്സ് എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, തള്ളിക്കളയാം. ഓക്കെ, നിങ്ങളതിൽ ഒന്ന് നോക്കിക്കേ. എന്താണ് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത്? എന്താ കേരളത്തിൽ എംപ്ലോയിയെ കിട്ടാത്തത് എന്തുകൊണ്ട് അല്ലേ? അതല്ല അതിനകത്ത് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് അല്ലേ?
എന്താ കേരളത്തിൽ സാറ് എംപ്ലോയി കിട്ടാൻ വലിയ പാടുണ്ടോ? നമുക്ക് വേണ്ട എംപ്ലോയി കിട്ടാൻ വലിയ പാടുണ്ടോ? കിട്ടുന്നുണ്ടോ? നമുക്ക് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ടോ? എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരുന്നുണ്ടോ? 80% കിട്ടുന്നുണ്ട്. താമസം എടുക്കുമോ? കിട്ടുന്നുണ്ടോ? തപ്പിയെടുക്കണം നമുക്ക് ഉള്ളത് അല്ലേ? എങ്ങനെ ഈ അടുത്ത കാലത്ത് എങ്ങനെ ഹയർ ചെയ്തോ? പ്രയാസപ്പെട്ടോ? ആ, ചില പോസ്റ്റിലേക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി പ്രയാസപ്പെട്ട് ഒരാളെ കിട്ടി, നമുക്ക് പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടു, നമ്മൾ ചിലപ്പോൾ നിവർത്തി കൊണ്ട് എന്ത് ചെയ്യും? ഹിജാസ് എടുക്കൂലേ? ഇത് ഒഴിഞ്ഞു കിടക്കുകയാണ് സീറ്റേ, കസേര ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് പറയുമ്പോൾ എന്തു ചെയ്യും? നമ്മളത് എടുക്കാൻ തയ്യാറാവും. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രോബ്ലം ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? റിയൽ റീസൺ എന്താണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്ക് നമുക്ക് ആളെ കിട്ടണില്ല, കിട്ടിയാൽ തന്നെ ഉദ്ദേശിച്ച പോലെ ആകുന്നില്ല. അതിന് റിയൽ റീസൺ എന്താണ്? നിങ്ങളൊന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കിട്ടാത്തത്? റിയൽ റീസൺ എന്താ? ഗൾഫ് മൈഗ്രേഷനാണ്. ബെസ്റ്റ് ടാലൻ്റ് എവിടെ പോവും? അബ്രോഡ് അല്ലേ? പിന്നെന്താണ്? സാലറി എക്സ്പെക്റ്റേഷൻസ് വിയസ് റിയാലിറ്റി ഗ്യാപ്പ്. അയാൾ ചിന്തിക്കുന്നത് 25, നമ്മൾ കൊടുക്കുന്നത് 15. അപ്പോൾ ആ 25ൻ്റെ ആൾ അതുപോലെ വേറെ പോകും. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കില്ലുണ്ടാവും, പക്ഷേ അവൻ ഇവിടെ നിന്ന് അവനെ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അവനും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് അതനുസരിച്ചുള്ള വർക്ക് ഇവിടെ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ആ വർക്ക് വരുന്നതനുസരിച്ച് അവനത് കൂട്ടാൻ നമ്മൾ തയ്യാറായാൽ അവൻ നിൽക്കും. ചിലപ്പോൾ ജസ്റ്റ് ഒന്നൊരു 1 month ഒന്ന് നിന്ന് നോക്കാനെങ്കിലും ആൾ തയ്യാറാകും. ഒരാഴ്ചയാകുമ്പോൾ തന്നെ അവർക്കും മനസ്സിലാവും നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച്, നമുക്ക് അവരെയും മനസ്സിലാവും. ഇതിന് നമുക്ക് സമയമില്ല. എടുത്തങ്ങോട്ട് ഇട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഇത് വലിയ മിസ്റ്റേക്കാണ്, ബിഗ് മിസ്റ്റേക്ക്. ഓണർ ആറ്റിറ്റ്യൂഡാണ് പ്രോബ്ലം. അറിയോ കവിതാജ്? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് കുഴപ്പം. അപ്പോൾ റോൾ ഡിഫൈൻ ചെയ്യാതെ ഹയർ ചെയ്യുക എന്നതാണ് പ്രശ്നം. എനിക്കിന്ന ആളെ വേണം, ഇതാ എൻ്റെ ആവശ്യം, ഇതിന് ഇന്ന കഴിവ് വേണം, ഈ കഴിവുള്ളവർ വന്നാൽ ഞാൻ എടുക്കും. അപ്പോൾ കഴിവ് പറഞ്ഞ ആൾ വരും. എൻ്റെ സ്ഥാപനത്തിൽ മിനിഞ്ഞാന്ന് കുറച്ച് പിള്ളേർ വന്നില്ലേ, നമ്മൾ അവിടെ വന്നില്ലേ? 2 പേര് ഞങ്ങൾ ഹയറിങ് ഇട്ടു. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. ആക്ച്വലി അവിടെ ആളുകൾ ഉള്ളതുകൊണ്ട് അവർ തന്നെയാണ്. അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകിച്ച് ഒരാളില്ല. അപ്പോൾ എന്നാൽ ഈ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും അറിയോ? ചെറിയ ചെറിയ പണികളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പണികൾ, ക്ലറിക്കൽ വർക്കുകൾ, അത് ഓൾറെഡി ഓരോരുത്തരും ചെയ്യുന്നതന്നെ. എന്നാൽ ഞാൻ വിചാരിച്ച് ആരെയും പുഷ് ചെയ്യാത്തതിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചാൽ എനിക്ക് ചിലതൊക്കെ ചോദിക്കാം പെട്ടെന്ന്. ഇപ്പോൾ നമ്മൾക്ക് അതങ്ങോട്ട് വെക്കുക, കൺസൾട്ടിങ് വെക്കുക, മറ്റേത് വെക്കുക, വെള്ളം എടുത്ത് വെക്കുക, ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം. മറ്റേത് അതിനെ പൊസിഷനിലുള്ള അടുത്ത് പറയുമ്പോൾ ഒരു രീതി ഉണ്ടാവും. എന്നാൽ അറിഞ്ഞ് എല്ലാവരും ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു പരസ്യം കൊടുത്തു. അപ്പോൾ ഇത് ആൾ വന്നു. ആൾ വരുന്നത് എങ്ങനെയാണ്? CV വരും. CV വന്നാൽ ഞാൻ കൊടുത്തിരുന്നത് 3 ഇയറെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളെ മതിയെന്നാണ്. പക്ഷേ ഫ്രഷേഴ്സിൻ്റെ CV വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വേണ്ട, മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ HR കൊടുക്കുകയും ചെയ്തു. പക്ഷേ അടുത്തുള്ള കുട്ടികളായതുകൊണ്ട് 2 ലേഡീസ് നമ്മുടെ ഓഫീസിലേക്ക് വാക്കിംഗ് കസ്റ്റമറായിട്ട് വാക്കിംഗ് തന്നെ വന്നു കയറി. ഇവിടെ ഒരു ഹയറിങ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വന്നാന്നുള്ളത്. ഈ വന്നവരെ നമ്മൾ ഒഴിവാക്കി വിടാൻ നമുക്കൊരു മനസ്സ് വിഷമിക്കും. ഒരാളിങ്ങോട്ട് വന്ന് കയറിയിട്ട് അവരെ പറഞ്ഞു വിടുക എന്നുള്ളത് ഒരു മനസ്സിനൊരു വേദനയാണ്. അപ്പോൾ പ്രോട്ടോക്കോൾ എന്താണ്? പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അപ്പോഴാണെങ്കിൽ ഒരു കൺസൾട്ടിങ്ങിന് ആളവിടെ അകത്ത് റെഡിയാണ്. അപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ സെറ്റാക്കി അഫ്സലിനെ അങ്ങോട്ടാക്കിയിട്ട് ഇവരെ വിളിച്ച് കയറ്റി ഇരുത്തിയിട്ട് ഇവരുടെ CV വരാൻ പറഞ്ഞപ്പോൾ 2 ഫ്രഷറാണ്. 2 പേരും ഒരൊറ്റ സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് പഠിച്ച ആളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു അവരേതായാലും ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ വന്നിരുന്നു, എന്താണ് കാര്യങ്ങൾ, ഇങ്ങനെ ഞങ്ങൾ കണ്ടപ്പോൾ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ സാഹചര്യം എനിക്ക് 3 വർഷമെങ്കിലും കുറഞ്ഞത് വേണം.
നിങ്ങൾ ഫ്രഷറാണ്. തന്നെയല്ല ഈ അക്കൗണ്ട്സ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷന് അത് ആപ്റ്റും അല്ല. ഞാനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരാം. 3 months നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻറ്റേൺഷിപ്പ് പോലെ ഇവിടെ നിൽക്കാം. സാധാരണ സ്ഥാപനങ്ങളിൽ ഇൻറ്റേൺഷിപ്പ് അല്ല, ഓൾറെഡി ട്രെയിനി ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഓപ്പർച്യൂണിറ്റി ഇവിടെ പലതാണ്. നിങ്ങൾ ആദ്യം ഒരു ആഴ്ച ഒബ്സർവ് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പാറ്റേണിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. ഞാൻ പറയുന്ന പണിയിൽ നിങ്ങൾ നന്നായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സാലറിയും കിട്ടും. അല്ലാതെ തന്നെ ഞാനിവിടെ വരുന്നതിന് വണ്ടി എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസും അല്ലാത്തൊരു ചെറിയൊരു സംഭവം ഞാൻ തരികയും ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുക, വിളിച്ചോളൂ. ഇതല്ലാതെ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. വന്നതുകൊണ്ട് കിട്ടിയതാണ്. CV-യിൽ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ പോയേനെ. പിന്നെ പറഞ്ഞു വിടാൻ മടിയുള്ളതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്തു? ശരി, ആലോചിച്ചിട്ട് പറയാമെന്നും പറഞ്ഞ് പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഒരാളെയാണ് ഹുക്കായത്. അയാളാണ് കൂടുതൽ സംസാരിക്കുന്നത്. മറ്റേ ആൾ വെറുതെ ഇങ്ങനെ ഒരു മിണ്ടാണ്ടിരിക്കുകയാണ്. ഞാനത് അംഗീകരിച്ചു വിട്ടു. വൈകുന്നേരമായപ്പോൾ തന്നെ HR-നോട് പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന്. അവരെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഇപ്പം മേഖലയിൽ IT റിലേറ്റഡ് ആയിട്ടായാലും നമ്മുടെ സർവീസ് റിലേറ്റഡ് ആയിട്ടായാലും ഈ സർവീസ് മറ്റൊരു സ്ഥലത്ത് എക്സ്പീരിയൻസ് ഇല്ല. ഇനി ഏതെങ്കിലും ഫാമിലി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് പലതാണ്. ഫുഡ് F&Bയിൽ ചെയ്യുന്നു, IT റിലേറ്റഡ് ചെയ്യുന്നു, അല്ലാതെ ടെക്സ്റ്റൈൽസ് ചെയ്യുന്നു, പല പല ബിസിനസ്സുകൾക്ക് ആ സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നൊരു മെൻറ്റാലിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് തിങ്കിലേക്ക് കവറാകുന്ന എംപ്ലോയി അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് പിന്നെ അവരുടെ പുറകെ നമ്മൾ നടക്കണം. അപ്പോൾ അത്യാവശ്യം ഒരു സെൻസ് ഉള്ള ഒരാളെ നമുക്ക് ഇതിനകത്ത് കഴിയുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ ഒരു ട്രെയിനിങ് കൊടുത്ത് അവരെ 3 മാസം കൊണ്ട് പഠിപ്പിച്ചെടുക്കലാണ്. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും MBA-ക്കാരടക്കം വന്നിട്ടും 1 മാസം കൊണ്ട് നിന്നിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഗ്രാജുവലി എല്ലാം വേണം. അതെടുത്തിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ റൈറ്റ് ചെയ്ത് അത് ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി അതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ അവരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപ്തരാക്കണം. അതിന് നമ്മൾ കുറവാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ അംഗീകരിച്ചോ? തലയാട്ടിയെ പോലെ അംഗീകരിച്ചോ? നിങ്ങൾ അംഗീകരിക്കണം. ഇനി നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളില്ലാതെ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത HR ആണത് എടുത്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് കുറവുണ്ടെങ്കിൽ ആരുടെ കുറവാണ്? നമ്മുടെ കുറവാണ്. നമ്മുടെ മാനേജറുടെ വായിൽ നിന്നൊരു വർത്തമാനം നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് പോയിട്ട് ആശാനക്ഷരം 1 പിഴച്ചാൽ ശിഷ്യൻ 56 ഒന്നായി പിഴക്കുമെന്നാണ്, 58 ഒന്നായി പിഴക്കുമെന്നാണ്. ഏതാ ഒരാൾ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻസ് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാം പോയില്ലേ? HR അല്ലെങ്കിൽ നമ്മുടെ മാനേജർ 10 മിനിറ്റ് വൈകിയാൽ അതിൻ്റെ കീഴിൽ 10 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 110 മിനിറ്റ് വേസ്റ്റ്. സാറിന് 95, പുറത്തേക്ക് 5, 100 അല്ലേ? 8 ഹവറാണ് വർക്കിംഗ് ടൈം. അപ്പം എത്രയായി? 12 മണിക്കൂർ വർക്കിംഗ് ടൈമാണ് സാറിന്. സാറ് വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ സാറിൻ്റെ 12 മണിക്കൂറിനെ സാർ എന്ത് ചെയ്തു? ഒന്ന് ചുരുക്കിയെന്ന് വെക്കുക. ഇപ്പം എത്ര മണിക്കൂറായിട്ട് ചുരുക്കി? ബിസിനസ്സിൽ 3 മണിക്കൂറായിട്ട് ചുരുക്കി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഹവർ എത്രയാണ്? എത്രയായി? 123 മണിക്കൂറായില്ലേ? അല്ല 100 അല്ലല്ലോ, 12 ഹവേഴ്സ് വെച്ചായപ്പോൾ 100 പേരല്ലേ? 1203 1203 ഹവേഴ്സാണ് ഒരു ദിനം. കണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 3 മണിക്കൂറിൽ 1 മണിക്കൂർ ഇദ്ദേഹം ഒന്ന് ഉറങ്ങിയാൽ ഇതാണ് ടവർ, കൺട്രോൾ ടവർ ഇവിടെയാണ്. ക്ലിയർ? അറിയൊക്കെ? കൺട്രോൾ ടവർ ഈ 3 ആണ്. 1 മണിക്കൂർ വൈകിയാൽ 1200 ഡിവൈഡ് ബൈ 3 ഇത്രയും 400 ഹവേഴ്സ് നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരാൾക്കാണ് ഗൈഡ് കൊടുക്കേണ്ടത്. ആ ആൾ പ്രോപ്പർ ഗൈഡ് കിട്ടിയാലാണ് അതിൻ്റെ നിന്ന് അടുത്ത സ്പ്ലിറ്റ് ചെയ്ത് പോവുക. അത് പോയിട്ടില്ല.
അപ്പോൾ എല്ലാവരുടെയും പ്രവർത്തനത്തെ ബാധിക്കുക. എന്നാൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ട JD അല്ല നമുക്ക് വേണ്ടത്, JRD. എന്താ വേണ്ടത്? ജോബ് റിസൾട്ട് ഡിസ്കഷൻ. കണ്ടോ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. JD കൊടുത്തിട്ട് കാര്യമുണ്ടോ? ജോബ് ഡിസ്കഷൻ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളിപ്പോൾ എഴുതി കൊടുത്ത് എന്ത്, നീ ഇത് ചെയ്യണം, നീ ഇത് ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ എഴുതി കൊടുത്തു. ഡ്യൂട്ടീസ് ലിസ്റ്റ്. അപ്പോൾ ജോബ് ഡിസ്കഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ലിസ്റ്റ് ചെയ്യും അല്ലേ? ഇൻപുട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? വേഗം ഉണ്ടാവും. മിസ്റ്റേക്സ് വരത്തില്ലേ? അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ വരും. നേരെ മറിച്ച് ജോബ് റിസൾട്ട് ഡിസ്കഷൻ ആയിരുന്നെങ്കിലോ, റിസൾട്ട് എക്സ്പെക്റ്റഡ് അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ കൊടുക്കും. ഓക്കെ, അതായത് ഇത് ചെയ്താൽ ഇത് നടക്കണം, ഇത് ചെയ്താൽ ഇത് നടക്കണം. കണ്ടോ? അപ്പോൾ ഇത് ചെയ്താൽ ഇത് നടക്കണം എന്ന ആ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അച്ചീവ്മെൻറ്റ്സ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത്. ഔട്ട്പുട്ട് ഫോക്കസ്ഡ് ആണ്. പിന്നെന്താണ്? മെഷറബിൾ ആണ്. ക്ലിയർലി ഡിഫൈൻ. മെഷർ ചെയ്തു. നമ്മൾ പറയാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് നീ കാണുന്ന ആ ചുമര് മുതൽ ഇവിടം വരെ നിങ്ങൾ തീർക്കണം, മറ്റേ കട്ട അവിടെ മുതൽ ഇവിടം വരെ കെട്ടണം, ആ വെളിയിലെ ആ ലാൻഡ് മാർക്കിൻ്റെ അവിടുത്തെ ആ തെങ്ങിൻ്റെ അവിടെയുള്ള കട്ടയം വെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുക. ആ ശരിയെന്നും പറഞ്ഞു ലിസ്റ്റ് ചെയ്തു. വൈകുന്നേരം വരുമ്പോൾ ചുമരിൻ്റെ അവിടെ മുതൽ ഇവിടം വരെ ആയിട്ടുള്ളൂ, കട്ട വെച്ച് തുടങ്ങിയത് ഇത്ര ആയിട്ടുള്ളൂ, മറ്റത് ചെയ്തിട്ടുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? പറഞ്ഞ കാര്യം 3 ചെയ്ത്. ഇവിടെ നിന്ന് ഇവിടം വരെ കെട്ടി, അവിടെ നിന്ന് വരച്ചു വെച്ചു, ഇവിടെ നിന്ന് ചെയ്ത് വെച്ചു. അത് ശരിയല്ലേ ചെയ്തത്? ശരിയല്ല ചെയ്തത്. നിങ്ങൾ ഡ്യൂട്ടി ലിസ്റ്റ് ചെയ്തു, അവർ ചെയ്തു. തീർന്നില്ല സാർ. ഞങ്ങളെന്ത് ചെയ്തു? ഞങ്ങൾ ഡിവൈഡ് ചെയ്തു, വർക്കിനെ ഡിവൈഡ് ചെയ്തു. അവിടെ മുതൽ ഇവിടം വരെ ചെയ്തപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും സാർ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടം വരെ ചെയ്ത് നിർത്തിയിട്ട് ബാക്കി ഇവിടെ ചെയ്തു, മറ്റേ ചെയ്തു. ചിലപ്പോൾ എന്ത് ചെയ്യും? അത് ചെയ്യാൻ സമയം കിട്ടിയില്ല, ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യും, അല്ല ഇത് ഇത്രയും തീർക്കാൻ ഇത്രയും സമയം മതി, എന്തുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ ഇവിടെ നിന്നു? അപ്പോൾ നമ്മളിത് പറഞ്ഞ ഉടനെ അടുത്ത ഇവരുടെ മൈൻഡിൽ വന്നു. അടുത്ത ദിവസം വരെന്ത് ചെയ്യും? എന്നാൽ പിന്നെ എടാ നീ ഇത്ര നേരം ഇവിടെ ചെയ്യും, ബാക്കി ഇത്രയും ചെയ്യാം, ബാക്കി ഇത്രയും ചെയ്യാം. നമ്മൾ വീട് പണിഞ്ഞ സമയത്ത് ഫ്രണ്ടിൽ കയറുന്ന റൂമിൻ്റെ അവിടുത്തെ ഭിത്തി തന്നെ ബംഗാളികളെ കൊണ്ട് അമ്മമാർ തേപ്പിച്ച് വെച്ചാൽ മുഴച്ചിരിക്കുന്ന പോലെ. അവസാനം ഞാൻ ഒരു പട്ടിലേഷണം എടുത്തിട്ടേ നമ്മളിങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഭിത്തിൻ്റെ ഏറ്റവും മേലേക്ക് എത്തുമ്പോഴത്തേക്കുള്ള എന്താണെന്നറിയോ? ഈ വാർപ്പുണ്ടല്ലോ ഇതിൻ്റെ, ഈ ജനലിൻ്റെ മേലുള്ള വാർപ്പ് മുഴച്ചിരിക്കുമല്ലോ, ഈ മുഴച്ച് കട്ട് ചെയ്യാതെ വെച്ച് അങ്ങ് അടിച്ച് തേക്കുമ്പോൾ ഇതിൻ്റെ മുഴ എന്ത് ചെയ്യും? ഇവിടെ വരും. അവസാനം അവിടുത്തെ പണിയെക്കാരൻ പറഞ്ഞതറിയാം, ഇത് തേച്ചിട്ട് പുട്ടിയിടും, പുട്ടിയിട്ടിട്ടും ഈ മുഴ കുറച്ച് മാറാത്തത് ബാക്കി ചീത്ത പറഞ്ഞ് മാറ്റും. ഞങ്ങളെ ചീത്ത പറഞ്ഞ് മാറ്റും. അത് ഒരു നാടൻ പണിക്കാരൻ പറയാം, തമാശ രൂപത്തിൽ മലയാളി പറഞ്ഞുള്ളതിനകത്ത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഒരു അന്തയില്ലേ? അതായത് ഈ കയറി വരുന്ന ഭാഗമെങ്കിലും നിങ്ങൾ ചെയ്തു വിടായിരുന്ന, അത് ശ്രദ്ധിച്ചില്ല. അവിടെ എക്സിക്യൂഷൻ പ്രശ്നമാണ്. സോ ഒരു വർക്കിനെ ഒരു പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഇന്നത് ചെയ്യണമെന്നല്ല പറയേണ്ടത്, റിസൾട്ട് എക്സ്പെക്റ്റഡ്. കസ്റ്റമർക്ക് എന്ത് വേണം? ഇത് കാണുമ്പോൾ കറക്റ്റായിരിക്കണം. സാറേ ഫർണിച്ചർ മേക്ക് ചെയ്യല്ലേ, നമ്മൾ ഡിസൈൻ കൊടുത്തു. അപ്പോൾ ഇവൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഈ ഡിസൈൻ മനസ്സിലായപ്പോൾ ഇവനൊരു ഐഡിയ വന്നു, ഇതിനേക്കാളും വേറൊരു രൂപത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് തന്നെ ഈ ഡിസൈൻസ് സാറിന് കൊടുത്ത് അപ്രൂവൽ എടുത്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം ഇത് ഉണ്ടാക്കിക്കൊണ്ട് കാണിച്ചു. ഇപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. EFL നമ്മൾ കാണിച്ചു കൊടുത്തത് വൈഫിനോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് അപ്രൂവൽ എടുത്തവർ. പക്ഷേ അതിൻ്റെ കൊമ്പ് ഈ റൗണ്ടിൽ ഇങ്ങനെ വന്നപ്പോൾ ഇടക്ക് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, വെച്ച് പിടിപ്പിച്ചു. ആർക്കും ഇഷ്ടപ്പെട്ടില്ലത്. ഇവനിഷ്ടപ്പെട്ടു, ചെയ്തവന് ഇഷ്ടപ്പെട്ടു, നല്ല പുതിയൊരു മോഡൽ ട്രെൻഡാണ്. പക്ഷെ അവരുടെ ഇമോഷൻസ് എന്താണ്? ഇതൊരു ബാഡാണ്. അപ്പോൾ നമ്മൾ ഈ EFL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
EFL എന്ന് പറയുന്നത് ഇ എന്ന് പറഞ്ഞാൽ ഇമോഷനാണെന്ന് പറഞ്ഞിരുന്നോ? ഇ ഫോർ ഇമോഷൻ എഴുതിക്കോ. ഇ ഫോർ ഇമോഷൻ, എഫ് ഫോർ ഫിയർ, എൽ ഫോർ ലോജിക്. അപ്പം ഇമോഷൻ എന്നത് നമ്മൾ ഏത് കാര്യത്തിനും സ്കോർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഔട്ട് ഓഫ് 10 ആണ്. ഔട്ട് ഓഫ് 10 ആണ് സ്കോർ ചെയ്യുക. പക്ഷേ ഈ EFL വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് 10 to 10 ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉടുപ്പെടുക്കാൻ പോയി സാർ. അപ്പോൾ സാറിന് ഇങ്ങനെയുള്ള വരയൊക്കെ ഉള്ള ഉടുപ്പാണ് ഇഷ്ടം നോക്കുക. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട്, സൈസും ഇഷ്ടപ്പെട്ട് അവിടെ ഉണ്ടരണം. അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു ഇതും ആ ഒരു ചെക്കും ഇത് ആ കളങ്ങളുള്ളതും കാണിച്ചു. ഈ 4 ഇതാക്കിയപ്പോൾ സാറിന് അങ്ങനെ പൂക്കളുള്ളത് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇതിലെന്തെങ്കിലും ആ പൂക്കളിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടെ ഉണ്ടായതിനെ കൊള്ളായിരുന്നു. അപ്പോൾ അവൻ പറയാം, അതൊരു സാധനമല്ലേ, അതിപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കണം. എന്തൗട്ടായാലും ഇമോഷണലി മൂപ്പറുടെ ഇതാണ് സാറേ. അതൊരെണ്ണം ഇല്ലെന്നല്ലോ, ബാക്കി കൊണ്ട് ഇപ്പോൾ പുതിയ ട്രെൻഡാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇമോഷൻ എന്താണ്? ഇമോഷനിൽ ഇദ്ദേഹത്തിന് വേണ്ടത് ഈ ഒരു സാധനം വേണം. ഈ ഒന്ന് അവൻ നിസ്സാരമായിട്ട് പറയാണ്, അതൊന്നല്ലേ, അത് ഒരു കാര്യമല്ലല്ലോ. അതില്ലെങ്കിൽ അതൊഴിച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡും മറ്റും അനുസരിച്ച് നല്ല ക്ലോത്ത്, നല്ല ഇത് സാർ ആ പറഞ്ഞ റേറ്റ് ഇതിനേക്കാളും നല്ല ബ്രാൻഡ്, നല്ല റേറ്റ്, നല്ല സാധനം ഇപ്പോൾ ഇട്ടാൽ ലേറ്റസ്റ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഇങ്ങനൊരു സാധനം കൂടെ വേണം. അതെന്താണ്? ഈ ഒരു കാര്യം ഇൻറ്റു 10. അപ്പോൾ എത്രയായി? 10. അപ്പോൾ ഒരു ഇമോഷൻ ഒരു ക്രാക്കായാൽ പോലും ഒരൊറ്റ കാര്യം ഒരു കസ്റ്റമർക്ക് തോന്നിയാൽ എന്ത് സംഭവിക്കും? 10 ഇരട്ടിയാവും. ആ 10 ഇരട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കവർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് നമുക്ക് സെയിൽസിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ EFLലും നേരത്തെ പറഞ്ഞതാണ് IST അല്ലേ? ISTയും EFLലും നിങ്ങൾ പിടിക്കണം. അത് പിടിച്ചിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു എംപ്ലോയിയും എടുക്കരുത്, അവരെ മാനേജും ചെയ്യരുത്. എംപ്ലോയി ലീവ് ചോദിച്ചു, അപ്പം നമ്മൾ ലീവ് കൊടുത്തില്ല. ഇപ്പോൾ ഇവിടെ നല്ല പണി നടക്കല്ലേ, ലീവില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ആയിക്കോ എന്ന് പറയാം. അല്ലെങ്കിൽ എംപ്ലോയിക്ക് അമിത പണിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആ കാര്യം അത് ചെയ്യാൻ ആർക്കും മനസ്സിലായിട്ടില്ല. അജ്മലേ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പലവട്ടം പറയേണ്ടി വരുന്നു. നമ്മൾ പ്രോബ്ലം പറഞ്ഞില്ലേ, പല തവണ പറയേണ്ടി വരുന്നു. ഒരു വട്ടമല്ല, പലവട്ടം പറയേണ്ടി വരുന്നു. അപ്പോൾ എന്തു ചെയ്യും? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രഷറാവും. എന്താണ് അന്തം ഇല്ലെന്ന് വരെ ചോദിക്കാമല്ലോ. മലയാള ഭാഷയിൽ കടന്നുകൂടാത്ത വാക്കുകളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വന്നു പോകും. ഇതിൻ്റെ കാരണക്കാരനും നമ്മളാണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കപ്പെട്ട നമ്മുടെ ഹയർ അതോറിറ്റിയാണ്. അവർക്ക് എന്തറിയില്ല? ഡിസൈൻ ചെയ്യാൻ അറിയില്ല. എന്തറിയില്ല? ഡിസൈൻ ഏതാണ്? BDD. എന്താണ് BDD? ബിസിനസ് ഡിസൈൻ ഡിസിഷൻ മേക്കർ. ബിസിനസ് ഡിസൈൻ ഡിസിഷൻ മേക്കർ. ഡിസൈൻ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു. ഡിസിഷൻ ആരാ എടുക്കേണ്ടത്? ഓണറല്ലേ? ഡിസൈൻ ചെയ്യേണ്ട ആരാ? എംപ്ലോയിയാ. നമുക്ക് ഡിസൈൻസ് എടുക്കേണ്ട ആളാരാണ്? നമ്മൾ തന്നെയാണ്. നമുക്ക് വരക്കാൻ അറിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരക്കും. ഈ ടെംപ്ലേറ്റ്, അതായത് പറഞ്ഞ മലയാളം ഇതിങ്ങനെ കറക്റ്റാക്കിയിട്ട് മോനേടാ ഇത് റെഡിയാക്കിയിട്ട് ഒരു പിക്ചർ ആക്കണം, ഇതിന്നാക്ക് കൊടുക്കണം, ഇതിവിടെ നടക്കണം എന്നേ നമ്മൾ പറയാറുള്ളൂ. എടാ, ഈ സാധനം ഇവരെ കൊടുത്തിട്ട് ഈ റിസൾട്ട് കിട്ടണം. അതാണ് JRD. മറ്റേ നമ്മളെന്ത് ചെയ്യും? ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തിട്ട് ഇത് കിട്ടണം, ഇത് ചെയ്യാനുള്ള
കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അടുത്തിരിക്കുന്നൊരു കുട്ടിക്ക് ഏൽപ്പിച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, അത് ടൈപ്പ് ചെയ്തു, ഡിസൈൻ ചെയ്തു, നമ്മുടെ മാനേജർക്ക് കൊടുത്തു. കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അപ്രൂവൽ എടുക്കണം. ആ അപ്രൂവൽ എടുക്കുമ്പോൾ എഴുതി കൊടുത്ത് നമുക്ക് മാറ്റം ഉണ്ടാവും. ഞാൻ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്. അതായത് ഞാൻ ചില കാര്യം ഇങ്ങനെ അങ്ങോട്ട് എഴുതും. ഇതിപ്പോൾ ഞാനിപ്പോൾ എഴുതിയതാണ്. ഈ എഴുതിയതിനെ എന്ത് ചെയ്യണം? ഡിസൈൻ ആക്കണം. അപ്പോൾ ഡിസൈനിലിടുമ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പിക്ക് ചെയ്യുന്നിടത്ത് പോയി നിൽക്കുമ്പോൾ എനിക്കതിനകത്ത് ഈ എഴുതിയത് ഡിസൈനിൽ കാണുമ്പോൾ സുഖം തോന്നില്ല. അപ്പോൾ ഞാൻ പറയും, അതങ്ങോട്ട് കുറച്ചോ, ഇതിങ്ങോട്ട് കുറച്ചോ, ഇത് ലാസ്റ്റാണ്. ഇനി ചെയ്യാനെടുത്ത് അവർ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് മാറ്റിക്കണം. അപ്പം ഈ അപ്രൂവലും കൊടുത്ത് ഇതിനെ ഡിസിഷനിലേക്ക് അത് ടേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുത്തി ഉറപ്പിച്ച് ഉറപ്പ് കൊടുക്കേണ്ട ആളുടെ 1 മണിക്കൂർ അവിടെ ഇല്ലാതെ വന്നാൽ 400 മണിക്കൂർ മിസ്റ്റേക്ക്. ക്ലിയർ? 10 ജീവനക്കാരുണ്ടെങ്കിൽ ആ 10 ജീവനക്കാർ, ഡ്രൈവറാണെങ്കിൽ ഡ്രൈവർ 9 മണിക്ക് എത്തി. അവർ പോകുന്നുണ്ടോ നേരത്തെ? നൗഷിത നേരത്തെ പോകുന്നുണ്ടോ? അവരുടെ അവിടെ ഒരു സ്റ്റാഫുണ്ട്, വരും നേരത്തെ, താമസിച്ചേ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നാളെ എങ്ങാനും താമസിച്ച് പോയാൽ ശമ്പളത്തിൽ നിന്ന്, ഓണറുടെ ശമ്പളത്തിൽ നിന്ന് 200 രൂപ കട്ടാക്കുമെന്ന്. ആരോട് പറഞ്ഞു? എംപ്ലോയിയോട് പറഞ്ഞു. ഇല്ല, ഞാൻ പോക്കോളാന്ന് പറഞ്ഞു. സംഭവം എന്താണ്? ആത്മാർത്ഥം കൊണ്ടാണ്. പക്ഷെ ആ ആത്മാർത്ഥതയിൽ വീട്ടിൽ എന്തുണ്ടാവും? സമയം താമസിച്ച് സ്ഥിരം വരുമ്പോൾ നീ ജോലിക്ക് പോകണ്ടെന്ന് പറയും. സ്ട്രെസ് വരും. അപ്പോൾ ജോലിക്ക് പോകണം. നീ താമസിക്കുന്ന ഇത് ദൂരം വേണ്ട, എവിടെയെങ്കിലും നോക്ക്. അപ്പം നമുക്ക് നല്ലൊരു എംപ്ലോയിയെ നഷ്ടപ്പെടും. അപ്പോൾ വരവും നേരത്തെ ആവണം, പോക്കും നേരത്തെ ആവണം. കൃത്യമാക്കിയാൽ ഓക്കെയാണ്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നേരത്തെ പോകേണ്ടി വന്നാൽ അതിനുള്ള ബെനിഫിറ്റ്സും കൊടുക്കണം. അപ്പോൾ അതിന് വാല്യൂ ആയി. ഓക്കെ. സോ ഞാൻ പറഞ്ഞത്, ഡിസൈൻ ചെയ്ത് ഡിസിഷൻ മേക്കറായിട്ട് നിൽക്കേണ്ട നിങ്ങളിത് ചെയ്തില്ല എങ്കിൽ തോന്നുന്ന ആളുകൾ ചെയ്യും. ഞാനിപ്പോൾ ഒരു ഗെയിം വരാം, നമുക്ക് ഒരു ചെറിയൊരു ഇത്, ഇപ്പോൾ നമുക്കൊരു വർക്ക്, ഏത് വർക്ക് എടുക്കണം, നമ്മൾ എംപ്ലോയീസ് എന്ന ലെവലിൽ നമുക്ക് മോക്ക് ചെയ്യാം. ഈ 2 ടേബിൾ, അവർ ആ ടേബിൾ ഓണേഴ്സായിട്ടും നമുക്ക് കണക്കാക്കാം. ഞാൻ അതിൻ്റെ ഒരു മാനേജറായിട്ടും കണക്കാക്കാം. അതിൽ നിന്നൊരാൾ ഓണറാകാവോ? ഉണ്ണികൃഷ്ണൻ സാർ ഓണറാകുക, ബോസ്, വലിയൊരു സ്ഥാപനത്തിൻ്റെ ബോസ്സാകുക. ഞങ്ങൾ എംപ്ലോയീസാണ്. ഇത് ഔട്ട് സൈഡ്, ഇത് ഇൻസൈഡ്. ഞാനിതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന OM. അപ്പോൾ ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. നമുക്ക് BDD ആണല്ലോ ഡിസൈൻ ചെയ്ത് തരേണ്ടത് ഉണ്ണികൃഷ്ണൻ സാറാണ്. ഞാൻ ആരാണ്? BGM ആണ്, ജനറൽ മാനേജറാണ്, ബിസിനസ് ജനറൽ മാനേജറാണ്. ഇതിൽ നമുക്ക് സാറിനൊരു BOM ആക്കാം. BOM സാർ എന്താണ്? ബിസിനസ് ഓപ്പറേറ്റിംഗ് മാനേജർ. അപ്പം ഈ ഔട്ട് സൈഡിലെ ഓപ്പറേറ്റിംഗ് മാനേജറാണ്. ഇവർ ഇൻസൈഡിലെ വർക്കേഴ്സാണ്. അപ്പോൾ ഞാൻ BGM ആണ്, ഇത് BOM ആണ്. ഒരു BSO വേണം. അതിന് നമുക്ക് സാറിനെയും ജോർജിനെയും നമുക്ക് എന്ത് ചെയ്യാം? BSO ആക്കാം. BSO എന്ന് പറഞ്ഞാൽ ബിസിനസ് സിസ്റ്റം ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇവിടെ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അതായത് BDD എന്ന് പറയുന്നത് ആരാണ് ചെയ്യേണ്ടത്? ഓണർ. ഇതേ ഓണർ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തതിനെ ജനറലി ഞാനാണ് ചലിപ്പിക്കുന്നത്. BOM എന്ന് പറയുന്ന ഇദ്ദേഹം ഈ ഔട്ട്സൈഡിൽ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന മാനേജർ. എനിക്ക് ആരെ ബന്ധപ്പെട്ടാൽ മതി? ഇവരെ ബന്ധപ്പെട്ടാൽ മതി. അതേപോലെ അവിടെ സിസ്റ്റം ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അവിടുത്തെ സിസ്റ്റം ഓപ്പറേറ്ററും ഇവിടുത്തെ സിസ്റ്റം ഓപ്പറേറ്ററും ആരാണ്? സാറാണ്, ജോർജ്. ഇവിടുത്തെ ഓപ്പറേഷൻ ചെയ്യുന്ന ആളും ഔട്ട്സൈഡിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ആളും
റിയാസ് ബാബുവാണ്. ഓക്കെ, ഇപ്പം സ്ഥാപനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുമല്ലോ. ഒരാളെ കൊണ്ട് വെച്ച് തന്നെ ഒരുപാട് പണിയെടുപ്പിക്കും. അപ്പോൾ ഇദ്ദേഹം ഔട്ടും ഇന്നിലും സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ, ഇത് ഇന്നിലും ഔട്ടിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ, അത് സിസ്റ്റം ഓപ്പറേറ്റർ, ഇത് അല്ലാതെ ഓപ്പറേഷൻ. ഓക്കെ, അപ്പം BOM ആണ്, BSO ആണ്, BGM ആണ്, ഓണറാണ്. അറിയൊക്കെ ഈ BDD തന്ന സാധനത്തിനകത്ത് കുറവുകളുണ്ടെങ്കിൽ, ഡാറ്റ വെച്ചിട്ട് കുറവ് വന്നു, നമ്മൾ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് റിവ്യൂ ഇട്ട സമയത്ത് എന്ത് വന്നു, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല. ചർച്ച ചെയ്തു നമ്മളെല്ലാവരും കൂടി. നമ്മൾ ആലോചിച്ചപ്പോൾ പറഞ്ഞു, ഈ സൈഡിൽ നിന്ന് പറഞ്ഞു, ഞങ്ങളുടെ സൈഡിൽ നിന്ന് പക്കയാണ്, ഞാൻ കറക്റ്റായിട്ട് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് അവർ, അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, സാറിൻ്റെ കയ്യിൽ 35 പണിക്കാർ 45 പണിക്കാർ കറക്റ്റായിട്ട് സംഭവം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ഒപ്പീനിയൻസ് ഉണ്ട്, ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്ന ആ സാധനത്തിനകത്തൊരു പ്രശ്നമുണ്ട്, ഇന്ന ലൊക്കേഷനിൽ അത് ബാധിക്കുന്നുണ്ട്, ഒന്ന് റീസെറ്റ് ചെയ്ത് തന്നാൽ ഉദ്ദേശിക്കുന്ന റീച്ച് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഔട്ട് സൈഡിലും പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഇച്ചിരി പിടിവാശക്കാരന്, നിനക്കൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട്. ആരോടാ പറയാം, നിങ്ങളുടെ അടുത്തല്ല, എൻ്റെ അടുത്ത്, ഉണ്ണികൃഷ്ണൻ സാർ. താനൊക്കെ എവിടുത്തെ മാനേജറാടോ, തനിക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് സാറേ, അത് അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് കടുംപിടുത്തം പിടിക്കുന്ന ഒരു ഓണറാണെങ്കിൽ ഞാൻ കുഴഞ്ഞു. ക്ലിയർ? ഡോണ്ട് അഫ്രൈഡ്. അതായത് ഒരു കാര്യം കുഴപ്പമാണ്, ഈ സിസ്റ്റം ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ഡാറ്റ വെച്ചിട്ട്, ഞാൻ ചുമ്മാ പറഞ്ഞാൽ പോരാ. ഞാൻ ചെന്ന് സാറിനെ വിളിച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സമയത്ത് സാറേ മറ്റേതേ അവിടെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഡാറ്റ തിരിച്ച് തരാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻസൈഡ് നമുക്ക് ഔട്ട്സൈഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിസൈൻ ചെയ്യാൻ പറ്റണം. ഇത് നമ്മൾ കൊടുത്തിട്ടില്ല. വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്തു. എടാ ഇത് നീ ചെയ്യണം, ഇത് നീ ചെയ്യണം, ഇത് നീ ചെയ്യണം എന്ന് ലിസ്റ്റ് ചെയ്തു. ആ ചെയ്യുന്നതിൻ്റെ റിസൾട്ടിൻ്റെതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് പറയാത്ത സമയത്തോളം ഒരു കാരണവശാലും ഈ ഓണർക്ക് ഒന്നും തിരുത്താനും പറ്റില്ല, ഈ എംപ്ലോയിക്ക് ആക്ഷൻ എടുക്കാനും പറ്റില്ല. കാരണം ഓണർ എന്താ ചെയ്താൽ വാട്സപ്പൊക്കെ ഒരു മെസ്സേജ്, അല്ലെ കണ്ടപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ വർത്താനം, അങ്ങോട്ട് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അപ്പോൾ ശരി. ഇത് കഴിയുമ്പോൾ ഈ തലേന്നത് പോയി. ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുക്കണം. ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ആഴ്ചയിൽ റിവ്യൂ ഇടണം. ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ആഴ്ചയിൽ എന്ത് ചെയ്യണം, റിവ്യൂ ഇടണം. നമ്മളൊന്ന് ഇരിക്കണം, നമ്മളൊന്ന് എഴുതി കൊടുക്കണം നമ്മൾ എന്താ കൊടുക്കുന്നുള്ളത്. നമുക്കത് കൊടുക്കാം, ബേജാറ് വേണ്ട, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളത് ഏറ്റെടുത്ത് കഴിഞ്ഞ്, ഇവരെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞ്, ഇവരുടെ സിസ്റ്റം നമ്മൾ ഏറ്റെടുത്ത് പണി തുടങ്ങി കഴിഞ്ഞ്, അവിടെ വിസിറ്റ് ചെയ്തു. വന്നാലും എഴുതിക്കോ, നമ്മളുടേതായ രീതിക്ക് എഴുതിക്കോ. നമ്മൾ ഏറ്റെടുത്ത്, നമ്മളെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഏറ്റെടുത്തിട്ട് ആ കാര്യം എന്താണ് എന്ന് എഴുതുക. എന്നിട്ട് വിളിച്ചിട്ട് പറയാണ് ഉണ്ണികൃഷ്ണൻ സാറിനോട്, സാറേ നമ്മൾ പ്രതീക്ഷിച്ച ലാഭം കിട്ടിയില്ല, പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല, അതായിക്കോട്ടെ, നാളെ കഴിഞ്ഞ് നമുക്ക് മീറ്റിംഗ് കൂടാം, ആ തന്നതിൻ്റെ കറക്റ്റ് ഡാറ്റ എങ്ങോ പോരട്ടെ. അങ്ങനെ ഡാറ്റകൾ പോന്നു. നമ്മൾ മീറ്റിംഗ് കൂടി. ഉണ്ണികൃഷ്ണൻ സാറിങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ മാനേജർ, ഞാൻ എന്ത് ചെയ്തു, ഓവറോളൊരു ബ്രീഫ് കൊടുത്തു. ഉടനെ BSO റിപ്പോർട്ട് തരാൻ പറഞ്ഞു. അപ്പം BSO റിപ്പോർട്ട് കൊടുത്തു. അപ്പം BOMൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇവർ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലുള്ള മാനേജേഴ്സ് വന്നു, അവരും പറഞ്ഞു എന്താണ് ഇതിന് പരിഹാരം നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സാറേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഒപ്പീനിയൻസാണുള്ളത്, ഒരു ഡോക്യുമെൻറ്റ്, നെക്സ്റ്റ് അപ്രോച്ച്. ക്ലിയർ. അപ്പോൾ ഈ ബിസിനസ് ഈ സാധനം കിട്ടിയപ്പോൾ സാർ അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ്. കാരണം ഇവരുടെയൊക്കെ, അതായത് ഇവരുടെ എൻ്റെയൊക്കെക്കാളും തലയാണ് ആരുടേത്, ഓണറുടെ. ചിന്തിക്കുകയാണ്. അപ്പോൾ തീരുമാനം കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്തു ചെയ്യും, അവിടെ വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഒരു ചിന്തകൾക്ക് ഇട്ട് കൊടുക്കും. ബോർഡ് മീറ്റിംഗ് ആണല്ലോ, മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് അപ്പോൾ തന്നെ ഒരു തീരുമാനം അവിടെ ഉണ്ടാക്കിയെടുക്കും. കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തില്ല, ഇവിടെ ഈഗോ ക്ലാഷ് ഇല്ല,
സാറ് പറഞ്ഞ് തള്ളി, മറ്റാൾ പറഞ്ഞ് തള്ളി, ഇവർ പറഞ്ഞ് തള്ളി, അവർ പറഞ്ഞ തള്ളി, ഞാൻ പറഞ്ഞ തള്ളി, അങ്ങനെയൊന്നുമില്ല. ഒരേപോലെ ഇരുന്നിട്ട് ഡിസൈൻ ചെയ്യാൻ. ക്ലിയർ? റിസൾട്ട് ഓറിയൻറ്റഡ് ഡിസൈൻ. റിസൾട്ട് ഓറിയൻറ്റഡ് ഡിസൈൻസ് ചെയ്യുകയാണ്. അവിടെ ഇരുന്നിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനം ഏകദേശം ആയിക്കഴിഞ്ഞപ്പോൾ അപ്രൂവൽ തരാൻ വരട്ടെ, ഞാനൊന്ന് ഈവനിങ് തരാം. ഏതായാലും ഈ ഡാറ്റ എനിക്കൊന്ന് ഫാക്സ് ചെയ്യൂ അല്ലെങ്കിൽ മെയിൽ ചെയ്യൂ. ഞാൻ ഈവനിങ് അല്ല നാളെ നമുക്കത് കൺഫേം ആക്കിയാൽ മതി. ഇതെങ്ങനെ റെഡി ആക്കിക്കോ. കാരണം ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് മാറി ഒന്ന് യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഐഡിയ സാധാരണ വരാറുള്ളതാണ്. ഒരു കൺഫേം ആക്കാൻ വേണ്ടിയാണ്. പിറ്റേന്ന് രാവിലെ കൺഫർമേഷൻ പറഞ്ഞു, അത് തന്നെ പ്രൊസീഡ് ചെയ്തോളൂ. അതിൽ 4-ാമത്തെ പേജിൽ 5-ാമത്തെ ലൈനിൽ ഒന്ന് മാറ്റി എഴുതിക്കോ. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? ഇത് നമ്മൾ ചെയ്യാറുണ്ടോ? ഓണർ ചെയ്യാറുണ്ടോ? സാറ് ചെയ്യാറുണ്ടോ? സാറ് ചെയ്യാറുണ്ടോ ഇങ്ങനെ? അല്ല, ഞാൻ ഈ പറഞ്ഞ പാറ്റേണിൽ 2ാമത് എടുത്ത തീരുമാനം റീസെറ്റ് ചെയ്യാറുണ്ടോ? വീണ്ടും മാറ്റും. എത്ര നാളുകളിൽ മാറ്റും? അത് എന്തിൻ്റെ പേരിലാണ് മാറ്റുക? റിസൾട്ടിൻ്റെ പേരിലാണോ, ഡാറ്റയുടെ പേരിലാണോ, അതോ തോന്നലിൻ്റെ പേരിലാണോ? അത് ഡാറ്റാ ബേസ്ഡിലാണോ അതോ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിലാണോ? ഡോക്യുമെൻ്റ് വരണം. അത് വേണം, ഡോക്യുമെൻ്റഡ് വേണം. ശ്രദ്ധിച്ചോണം. കാരണം ഇത് നടപ്പിലാക്കാൻ ആ മാനേജർക്ക് സെൻസ് ഇല്ലാതെ വന്നാൽ നമ്മൾ എന്തിന് നമ്മളെടുത്ത് ഡിസൈൻ മാറ്റണം? ക്ലിയർ? ഈ ഡാറ്റ, ഈ പറഞ്ഞ ഡിസൈൻസ് ഈ മാർക്കറ്റിൽ വില പോകില്ല എന്ന് ഡാറ്റ കൊണ്ട് വിലയിരുത്താൻ എംപ്ലോയിക്ക് കഴിയണം. അത് ഡോക്യുമെൻ്റ് ചെയ്ത് തരണം. നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊരു കാര്യം കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതല്ലല്ലോ, നമ്മുടെ മേലെയുള്ള ടീം ബേസിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഔട്ട്പുട്ട് ഫോക്കസ്ഡ് ആണ്, മെഷറബിൾ ആണ്, ക്ലിയർലി ഡിഫൈനഡ് ആണ്, അക്കൗണ്ടബിലിറ്റി ബിൽറ്റിൻ ആണ്. ഇങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും സംഗതി സെറ്റല്ലേ? അതില്ലാത്തതാണെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ ഡോക്യുമെൻ്റ് കൊടുത്താൽ തിരിച്ച് ഡോക്യുമെൻ്റ് ത്രൂ എന്ത് ചെയ്യണം? പ്രോസും കോൺസും ഡിഫൈൻ ചെയ്ത് തരണം. തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ പറയുന്ന കാര്യത്തിന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ക്ലിയറായോ? നമ്മൾ വരച്ച് കൊടുത്തു, ആ വര തെറ്റാണെന്ന് പറയണം. ഞാൻ എപ്പോഴും പലരോടും പറയാറുണ്ട്, നമ്മുടെ എംപ്ലോയി എടുത്ത് നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, എന്താണ് ഈ സിസ്റ്റം? ബിസിനസ്സിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? വ്യവസ്ഥയാണ്, അല്ലേ? ബിസിനസ്സിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് വ്യവസ്ഥയാണ്, അല്ലാതെ ടൂളല്ല. ടൂൾ, ഓട്ടോമേഷൻ ടൂൾ, ഇതെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കൗസർ ക്രിയേറ്റീവ്സിൽ ആഡ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഓട്ടോമേഷൻ ഉണ്ട്, സെയിൽസ് ഓട്ടോമേഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ഉള്ള സംവിധാനമാണ്. ഇത് അവർക്കറിയാം. റോക്കനിൽ ആദ്യൊരു ഹാബിറ്റ് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. 43 എംപ്ലോയീസ് ഉണ്ട് മൊത്തത്തിൽ, അല്ലേ സിയാസെ? 4 ഔട്ട്ലെറ്റുകളിലായിട്ട്. ഈ 4 ഔട്ട്ലെറ്റുകളിലെയും ഓണർ ലെവലുള്ള മാനേജേഴ്സ്, അതിൻ്റെ ഫുൾ ഇൻചാർജ് ചെയ്യുന്നവരാണ് അവർ. അതായത് പെരിന്തൽമണ്ണ, കാലിക്കറ്റ്, മഞ്ചേരി, പെരിന്തൽമണ്ണ തന്നെ അടുത്ത കമ്പനി. ഇതിന് ഇത്രയും ആളുകളെ ഓവറോൾ ചെയ്യുന്ന ആളാണ് ഇരിക്കുന്ന ഷിജാസ്. അപ്പോൾ ഈ ഇത്രയും എംപ്ലോയീസിനെ ചലിപ്പിക്കാൻ അവരും അവർക്ക് മേലെയുള്ളവരും ഓണറും. സാറിന് എന്തുകൊണ്ട് 3 മണിക്കൂർ ഇടപെടാൻ പറ്റുന്നു? ആ 3 മണിക്കൂർ ഇടപെട്ടത് കൊണ്ട് സാറ് എന്ത് നേടി എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതിലൊരു 10 മിനിറ്റ് സാറ് പോയി കഴിഞ്ഞാൽ ആ 400നെ 6ആയിട്ട് മാറ്റണം. 400നെ 6ആയിട്ട് മാറ്റുമ്പോൾ ഏകദേശം ഒരു 80 വരത്തില്ലേ, അല്ലേ? 80 അല്ല, 65ഓളം വരും, അല്ലേ? അപ്പോൾ 65 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 400 മണിക്കൂറല്ലേ പറഞ്ഞത്? 65 മണിക്കൂർ. ഒരു
10 മിനിറ്റ്, 1 മണിക്കൂറിൽ നമ്മൾ പറഞ്ഞത്, 1 മണിക്കൂറിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പോവാണ്. സ്ഥാപനത്തിൻ്റെ 1 മിനിറ്റ് വാല്യൂ നമ്മൾ അളക്കണം. 1.5 ലക്ഷം രൂപ ചിലവുള്ള ഒരു കമ്പനിയാണെങ്കിൽ ആ 1.5 ലക്ഷം രൂപ ചിലവുള്ള കമ്പനിക്ക് ഒരു ദിവസം എത്ര ഉണ്ടാവും? ഒരു മാസം 1.5 ലക്ഷം റുപ്യ എക്സ്പെൻസ് ഉള്ളൊരു കമ്പനിയാണെങ്കിൽ ഒരു ദിവസം എത്ര ഉണ്ടാവും? 30 ദിവസം വർക്കിംഗ് ആണെന്ന് വെക്കുക. ഒരു ദിവസം എത്ര ഉണ്ടാവും? 5000 റുപ്യ. ഈ 5000 റുപ്യയിൽ 10 ഹവേഴ്സ് ഉണ്ടെങ്കിൽ 1 മണിക്കൂറിന് 500 റുപ്യ അല്ലേ? അപ്പോൾ 1 മിനിറ്റിന് 500നെ ഡിവൈഡ് ചെയ്യാം, എത്ര വരും? 8.33. അതായത് 1 മിനിറ്റിന് എത്ര വരും? 88 അല്ലേ? ഒരു 60 500നെ 60 മാറ്റുമ്പോൾ 8 വരത്തുള്ളൂ അല്ലേ? എത്ര വരത്തുള്ളൂ? 8.4 അല്ലേ? അപ്പോൾ 8 രൂപ 0.4 ആണ് 1 മിനിറ്റിൻ്റെ ലയബിലിറ്റി, ഐ മീൻ എക്സ്പെൻസ്. അപ്പോൾ സ്റ്റാഫ് 1 മിനിറ്റ് ഒരാളിപ്പോൾ ഒന്ന് ചെയ്യുന്ന പറഞ്ഞ് തുമ്മിയിട്ട് ഒന്ന് തുടച്ചിട്ട് കുറച്ച് നേരം കറങ്ങിയാൽ ആ തുമ്മി കറങ്ങിയ ആ സമയം 1 മിനിറ്റ് നമുക്ക് 8 രൂപ. അവൻ വീട്ടിൽ നിന്ന് തുമ്മിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓഫീസിൽ വന്ന് തുമ്മിക്കഴിഞ്ഞാലേ 8 മിനിറ്റ് 8 രൂപയാണ് പോണത്. കണ്ടോ? ലാഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്രയും കൂടെ വേണ്ടി വരും? ലാഭം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കോസ്റ്റ് എമൗണ്ടും മറ്റ് കാര്യങ്ങളും അടുത്ത മറ്റ് അതർ വിഷയങ്ങളും ഡാമേജസും എല്ലാം നോക്കുമ്പോൾ ഒരു 25 കൂട്ടിക്കോ ഇയാളെ. എന്നാൽ ബാക്കി വരുന്ന 17 രൂപയും കൂടെ 1 മിനിറ്റിന് വാല്യൂ ഇല്ലേ? അല്ലേ? ഇതില്ലാതെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകം മിസ്റ്റേക്ക് വരുന്നത്. എംപ്ലോയിയിൽ നിന്ന് തന്നെയാണ്. എംപ്ലോയിയിൽ നിന്ന് മിസ്റ്റേക്ക് വരാനുള്ള മൂലകാരണം നമ്മൾ തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ എംപ്ലോയിയെ പഴിക്കാൻ പറ്റുമോ? പഴിക്കാൻ പറ്റുമോ? ഇല്ല. ആ റൈറ്റ് എംപ്ലോയിയെ റൈറ്റ് ലെവലിൽ എടുത്ത് ആ എംപ്ലോയിയെ വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തി നമ്മൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് എഫക്റ്റീവ് റിക്രൂട്ട്മെൻറ്റ് ചാനലുകളിലേക്ക് നമ്മൾ പോകണം. നിങ്ങളെങ്ങനെയാണ് ആളെ എടുക്കുന്നത്? വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണോ? പേപ്പർ ആഡ് അല്ലേ? പേപ്പർ ആഡോട് കൂടിയാണ് നമ്മൾ ആളെടുക്കുക. ഇത് ഈ കണക്റ്റോ OLX, ITI, പോളിടെക്നിക്ക്, റെഫറൽ ഹയറിങ്, ഓരോരുത്തരുടെയും ഓരോ മെത്തേഡാണ്. ബെസ്റ്റ് മെത്തേഡ് ഹയസ്റ്റ് റിറ്റൻഷൻ, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് റെക്കമെൻഡഡ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ വേറെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി പോകുന്ന ഒരാൾ റെക്കമെൻഡ് ചെയ്യാണ്, ഞാൻ ഇന്ന സ്ഥാപനമാണ്, സൂപ്പറാണ്, നിന്നോന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹൈലി സെറ്റായിരിക്കും, ഹയസ്റ്റ് റിറ്റൻഷൻ ആയിരിക്കും അവർ അല്ലേ? ബെസ്റ്റ് മെത്തേഡാണ്. അങ്ങനെ ഒരു റെഫറൽ ഹയറിങ് സംവിധാനം കൊണ്ടുവരണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ചെറിയ പണി എടുത്താൽ പോരാ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വാല്യൂ അത്രമാത്രം സ്ട്രെങ്ത് ആയിരിക്കണം. നമ്മളെന്ന് പറയുന്നൊരു വ്യക്തി അത്ര സ്ട്രെങ്ത് ആയിരിക്കണം. ക്ലിയർ? അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ ഫ്രഷ് ടാലൻറ്റ് പൈപ്പ് ലൈനാണ് ബെസ്റ്റ് ഫോർ സ്കില്ലഡ് ട്രേഡേഴ്സ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ITI, സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആവട്ടെ, ITI അല്ലെ പോളിടെക്നിക്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള എംപ്ലോയിയെ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എടുക്കലുണ്ടായിരുന്നു. അതിൻ്റെ എന്താ ഗുണം? എന്താ? അവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു, ഇന്റർവ്യൂ ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ കണ്ടു. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളായിട്ട് ഒരു റിലേഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ, നമ്മളെ കുട്ടികളാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്ന രീതിയിലും കൂടിയാണ് നമ്മളെടുത്തത്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുന്ന വർക്കാണ് നടക്കുന്നത്.
നമ്മളെ വർക്കാണ് നമ്മൾ ചെയ്യിക്കുന്നത്, അവർക്കത് ട്രെയിനിങ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ എംപ്ലോയിയെ നമ്മൾ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ 3 വർഷം വരെ കിട്ടത്തുള്ളൂ. അത്ര കിട്ടുന്നുള്ളൂ. അവർ അബ്രോഡ് പോകും. അവർക്ക് അബ്രോഡ് പോകണമെങ്കിൽ നല്ലൊരു ഫാമിലി 3 ഇയറെങ്കിലും എക്സ്പീരിയൻസ് വേണം. ഞാനിപ്പോൾ ഒരു ക്ലറിക്കൽ വർക്ക് ചോദിച്ചപ്പോൾ എൻ്റെ മൈൻഡ് എന്താ, 3 ഇയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പോളിടെക്നിക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് നമ്മൾ ഹയർ ചെയ്യാൻ, അത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി, ഹയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ആ ടൈമിൽ എംപ്ലോയി ഹുക്കാകണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക, എംപ്ലോയി ഈ സ്ഥാപനത്തെ നോക്കും. ഈ സ്ഥാപനത്തെ വളർത്തലല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ തയ്യാറാവില്ല. ആദ്യം വന്ന് നോക്കുമ്പോഴേ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം, 10 ആളുകൾ വന്നു CV കണ്ടിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഹയറിങ്ങിന് വന്നു. 10 ആളുകളും വന്നത് ഡെലിവറിക്ക്, ഡ്രൈവർ ജോലിക്കാണ്. ഡ്രൈവർ ജോലിക്ക് വന്നു നിങ്ങൾക്ക് 3 പേർക്കും. സാറിൻ്റെ വിശേഷം എന്തായിരുന്നു? എന്തിൻ്റെ എല്ലാം ഡ്രൈവർ വേണം. അപ്പോൾ 4 പേർക്കും ഡ്രൈവർ വേക്കൻസി. സാറിനത് IT അല്ലേ, ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഡ്രൈവർ വേണം. നമുക്ക് വേണ്ടേ ഒരു മാർക്കറ്റിങ്ങിൽ, ലുക്മാൻ മാർക്കറ്റിലേക്ക് ആൾ വേണ്ടേ? അപ്പോൾ നമ്മൾ ഡ്രൈവർ വേണമല്ലോ. നിങ്ങളെന്ത് ചെയ്യും, ഡ്രൈവറുടെ CV ഹയറിങ് കൊടുത്തു. വന്നപ്പോൾ അവരിങ്ങനെ വന്നു, അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് പിന്നെ എന്താ നമ്മൾ പറഞ്ഞ ഇത് ചെയ്യണം, അതായത് വണ്ടി ഓടിക്കണം, സ്റ്റോക്ക് കയറ്റണം, അത് ഡെലിവറി ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവൻ കേൾക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ റോളെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നേരെ മറിച്ച് ഈ റോള് എങ്ങനെ ചെയ്യണം, എത്ര മണിക്കൂറാണ് എൻ്റെ പണി വരുന്നത്, ഇതുകൊണ്ട് ഞാനിത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലേക്കാണ് എനിക്ക് കണക്കാക്കുക. നമ്മൾ ഏകദേശം ഒരു സെറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ലോഡ് ചെയ്യുക, കസ്റ്റമർ സർവീസാണ് ആക്ച്വൽ വർക്ക് എന്നൊരു ക്ലാരിറ്റി റൈറ്റ് ചെയ്ത് ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ ചോദിക്കും, അല്ല വെയിറ്റ് കൂടുതൽ പൊക്കേണ്ടി വരും, ചോദിക്കൂലേ? എത്ര മണിക്കൂർ വരെ വണ്ടി ഓടിക്കേണ്ടി വരും? നമ്മൾ എഴുതിയ എന്താണ്, ഇന്നതാണ്. അപ്പോൾ അവൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഈ ഹയർ ചെയ്ത ആൾക്കോ അല്ലെങ്കിൽ ഇൻചാർജ് ഉള്ള ആൾക്കോ അതിപ്പം വേണ്ട ഒരു ക്ലാരിറ്റി ഇല്ല. കൂടിക്കഴിഞ്ഞാൽ അങ്ങ് റെഡിയാവാം എന്ന രീതിയിലാണെങ്കിൽ പ്രോബ്ലമായി. അപ്പോൾ ക്ലിയർ ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ജോബ് ഡിസ്ക്രിപ്ഷൻ ചെയ്യാതെ ജോബ് റിസൾട്ട് ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് ചെയ്യണം. എന്താണ്, കസ്റ്റമർ സർവീസ് ചെയ്യണം. എന്തായാലും കസ്റ്റമർ സർവീസ് ചെയ്യണം. കൊടുത്താൽ പോരാ. പത്രം കണ്ടിട്ടില്ലേ ഇടുന്നത്, പത്രം ഇടുന്ന കണ്ടിട്ടില്ലേ, വലിച്ചങ്ങോട്ട് ഇറങ്ങിയൊക്കെയല്ലേ. ഞങ്ങൾ ഈ അടുത്ത ദിവസം രാവിലെ എവിടെ നമ്മൾ പോയില്ലേ അഫ്സലെ, എവിടെ പോയപ്പോൾ ഞാൻ ചിരിച്ചില്ലേ. ഒരു ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകും, വെളുപ്പിനെ ഇവിടെ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി വെളുപ്പിന് ഇറങ്ങിക്കുന്നു. അപ്പോൾ പോയപ്പോഴത്തേക്ക് ഒരു പത്രക്കാരൻ വന്ന് നിർത്തിയിട്ട് വണ്ടി നിർത്തുക, ഒറ്റ ഏറാണ്. അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു കുത്തനുള്ള കയറ്റുണ്ട്, അതിൻ്റെ താഴെ കിടക്കുന്നത്. ഇത് ആ വീടെന്ന് പറഞ്ഞാൽ അപ്പുറത്താണ്, ഈ മേലെയാണ് വീട്. ഇനി അവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതല്ല, അവൻ വന്ന് എടുക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ആ പത്രം എൻ്റെ കൈ കിട്ടുമ്പോൾ ഒരു പട്ടിയെങ്കിലും ചവിട്ടിയിട്ടാണെങ്കിലും ചിലപ്പോൾ കിട്ടുള്ളൂ. ഇതൊരു സർവീസല്ല. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ കച്ചവടം ഞാൻ ചെയ്തു, കുറേ കാലം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കാസറ്റ് വിൽപ്പനയായിരുന്നു. മറ്റേ ഈ പിന്നെ മരണാനന്തര ചടങ്ങിൻ്റെ ഒരു ഇത്. അബൂന ഹാജി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ പോയി. മൂപ്പർക്ക് എൻ്റെ അടുത്ത് നിന്ന് 250 വിൽപ്പന ഇതിന്. അപ്പം ഞാനൊരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് എത്രയാണ് മോന് കിട്ടിയത്? ഞാൻ പറയത്തില്ല, കിട്ടിയത് പറയില്ല. വിൽക്കുന്നത് 250 പറഞ്ഞു. മൂപ്പരിട്ട് വിടത്തുമില്ല.
മൂപ്പര് തത്വശാസ്ത്രവും ഫിലോസഫിയും ഒക്കെ പറഞ്ഞു തുടങ്ങി. ആൾ മരണപ്പെട്ടു, ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ ആളെന്നോട് ചോദിച്ച്, എന്നാലും കിട്ടി, ഇടക്കിടക്ക് പുട്ടൂറ്റിയിൽ പീരിടുന്ന പോലെ, എന്നാലും എത്ര തന്നെ കിട്ടിയെന്ന് പറഞ്ഞോളൂ. നല്ല കാര്യത്തിനല്ലേ ഇത്, ഇതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാക്കാനല്ലേ, ഇതൊന്നും ഒരുപാട് പൈസയ്ക്ക് വിൽക്കാൻ പാടില്ല. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കേട്ടാലും ഞാൻ പറയത്തില്ല എനിക്ക് കിട്ടിയ പൈസ. എനിക്ക് എത്ര കിട്ടിയെന്ന് മൂപ്പര് ചോദിച്ചാൽ ഞാൻ പറയില്ല. അങ്ങനെ കുറേ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ മൂപ്പര് പറഞ്ഞ്, ഇക്കാണുന്ന സ്വത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല വയസ്സായി ഉണ്ടാക്കിയിട്ടതേ, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് പോലെ ഞാനും ചെറുപ്പത്തിൽ ഇന്ന ചെയ്ത കഥകൾ പറയാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ ഞാൻ പത്രം ഇടുന്ന ആളായിരുന്നു. അപ്പോൾ അബൂന ഹാജി സൈക്കിൾ ഹാജി എന്നും പറയും. സൈക്കിളിൻ്റെ പരിപാടി, സൈക്കിളിൻ്റെ ബിസിനസ്സാണ്, സൈക്കിളിൻ്റെ കടകളാണ്. അപ്പോൾ സൈക്കിളിലാണ് ഞാൻ ചവിട്ടിപ്പോയി പത്രം ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വേള സാധാരണ ആളുകൾ പത്രം ഇടുന്ന പോലെ അല്ല ഞാൻ ഇടല്. ഞാൻ പോയിട്ട് സൈക്കിൾ കൊണ്ട് അവിടെ നിർത്തി ഇറങ്ങി പത്രം എടുത്ത് അവിടെ സിറ്റൗട്ടിൽ കൊണ്ടുവെക്കും. അവിടെ ഒരാളുണ്ടെങ്കിൽ അവരുടെ കൈ കൊടുക്കും. അങ്ങനെ ഒരു സന്യാസിൻ്റെ വീട്ടിൽ, അതായത് ഒരു ആളുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചിരുത്തിയിട്ട് ചായ തന്നു. നല്ല മോനാണ്, ഇത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തത് ഒരു നന്മയാണ്, പക്ഷേ എനിക്കത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നാത്തത് അന്ന് എന്നെ തോന്നിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ കസ്റ്റമറെ സർവീസ് ചെയ്യണം, അവരെ തൃപ്തിപ്പെടുത്തണം, പ്രീതിപ്പെടുത്തണമെന്ന് ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. എത്ര രൂപയ്ക്കാണ് മോന് കിട്ടിയത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിപ്പ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത കാര്യം ചോദിക്കുകയാണ് പൈസ. ഞാൻ പറഞ്ഞ അത് കുറേ അങ്ങോട്ട് ഇടവഴി, റിലേഷൻ ടോക്ക് ക്ലിയർ ആവുന്നുണ്ടോ? കുറേ അങ്ങ് ഇടവഴി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പറയാൻ പറ്റാത്തൊരു കുടുക്കും. വയസ്സുള്ള ഒരാളും അല്ലേ, നല്ലപോലെ നരച്ചിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ്, ഏതായാലും നിങ്ങൾ 250 തരണ്ട, നിങ്ങൾ 200 തന്നോളി. അപ്പം എൻ്റെ മൈൻഡിൽ 50 അങ്ങോട്ട് കുറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അന്നേരം ഒരു 150 കിട്ടിക്കാണുമല്ലേ. അപ്പം ഞാനില്ല, ഒന്നും അറിയാത്ത ആളല്ലേ. അപ്പം ഞാൻ പറഞ്ഞ, അത് നിങ്ങളിപ്പോൾ 200 തരി, ₹1 പോലും കൂട്ടി വാങ്ങാൻ പാടില്ല, ഇത് മതപരമായ കാര്യമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അവസാനം ഞാൻ 150 മൂപ്പർക്ക് അത് കൊടുക്കേണ്ടി വന്നു. പക്ഷെ അദ്ദേഹത്തിനത് കൊടുത്തുവെങ്കിലും ഞാൻ വലിയ മൂല്യത്തോടു കൂടി കുറേ വിജ്ഞാനങ്ങൾ എനിക്ക് കിട്ടി അവിടെ ഇരുന്നപ്പോൾ. അന്ന് വാപ്പനോട് പറഞ്ഞു, പക്ക അർക്ക ഫിഷാഷിൻ്റെ അടുത്താണ് നീ പോയത്, അറുത്ത കൊയ്ക്ക് ഉപ്പ് വെക്കാത്ത ആളാണ് നീ അടുത്ത് പോയത്. ഞാൻ പറഞ്ഞു, നീ അല്ലേ കുറച്ചതൊക്കെ പറയാൻ പോയി. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല, ആൾ കുറേ നല്ല ആളാണ്, അയാളൊന്നും കൊടുക്കൂല, വിട്ടുകൊടുക്കൂല, സാരമില്ല, കുഴപ്പമില്ല, നല്ല കാര്യത്തിനല്ലേ എന്ന് തിരുത്തി തരികയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഈ പത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എത്രയോ വർഷം മുമ്പുള്ള കാര്യമാണ്. പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ അങ്ങോട്ടൊന്ന് പോയി അദ്ദേഹത്തിനെ സ്മരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ നല്ല മനുഷ്യനായിരുന്നു. കുറേ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങനെ പിടുത്തം വെക്കുന്നെങ്കിലും ആ നാട്ടിൽ കുറേ ആതുര സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അബൂന ഹാജി. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന സർവീസ് ഇങ്ങനെ ഇരിക്കണം. ഇപ്പം വണ്ടി ഡെലിവറി കൊണ്ടുപോയി അങ്ങോട്ട് തട്ടിക്കൊടുത്തു, എന്താ പറ്റുക? നമ്മൾ സാധനം കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് പോയി, വണ്ടിയിലിരുന്നു, ഡാമേജ് വരുന്ന കാര്യം നമ്മൾ സംസാരിച്ചു മിനിഞ്ഞാന്ന്. കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ചില സ്ഥാപനത്തിലെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ, ഇവൻ സാധനം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഈ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യും, എന്നിട്ട് ഈ സാധനം എടുത്താൽ അടുക്കി വെക്കും. സെയിൽസ്മാൻ ചെയ്യേണ്ട പരിപാടിയാണ്. പക്ഷെ ഇവൻ ചെയ്യുമ്പോഴത്തേക്ക് മുതലാളിക്ക് ഇവനോടൊരു കൂറുണ്ടാവും. ബില്ലിങ്ങനെ കൊണ്ടുവന്നിട്ട് മുതലാളി വേറെ ആളോട് വർത്താനം പറഞ്ഞിരിക്കുക, ബില്ല് ഇങ്ങനെയൊക്കെ ഒരു കുട കണ്ട, ഈ കുട ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് തരുന്നതിന് ഈ ബിഹേവിയൻസ് ഇഷ്ടപ്പെടത്തില്ല. ഓണൊക്കെ ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ഇന്ന് കുടയുണ്ട, ചുമ്മാ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക. അക്ഷയ പോയിട്ട് നമ്മൾ കുറേ ആൾ വട്ടം കൂടി വെക്കുക. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ഓരോരുത്തർ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്കിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ ബിഹേവിയർ മാറും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പള്ളു പറയും അവർ മോശമാണ്. സത്യത്തിൽ നമ്മൾ കാണിക്കുന്ന ഈ ഡെലിവേർഡ് ചെയ്യേണ്ട ആൾ കാണിക്കുന്നതും തിരിച്ചവർ ചിന്തിക്കും. അതുകൊണ്ട് എംപ്ലോയി ആയി നിൽക്കുന്ന ആളെ മാനേജ് ചെയ്യുന്ന വിഷയത്തിൽ
കസ്റ്റമറും എംപ്ലോയിയും തമ്മിലുള്ള കണക്ഷനെക്കുറിച്ചും വലിയൊരു ധാരണ നമുക്കുണ്ടാവണം. ചിലപ്പോൾ കസ്റ്റമറുടെ ഭാഗത്ത് പ്രശ്നം തന്നെ ആയിരിക്കും. കസ്റ്റമർ 4 വശമാണല്ലോ. പ്രീമിയം ഉണ്ടാവും, ചീപ്പ് ഉണ്ടാവും, ഡിഫിക്കൽട്ട് ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? അല്ല, എഡ്യൂക്കേറ്റഡ് ഉണ്ടാവും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പ്രീമിയവും വലിയ കുഴപ്പമുണ്ടാവില്ല. ഡിഫിക്കൽട്ട് വന്നാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ഡിഫിക്കൽട്ട് കസ്റ്റമറോട് ഇടപെട്ട നമ്മുടെ സ്റ്റാഫ് ആ ഡിഫിക്കൽട്ടിൻ്റെതായ ഭാഗത്ത് നിന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കസ്റ്റമറാണ് കിങ് എന്ന് പറഞ്ഞ് കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച് നമ്മുടെ എംപ്ലോയി എന്ത് ചെയ്തത് വേദനിപ്പിക്കാൻ പാടില്ല. വലിയാണ്. സത്തയില്ലാത്ത, അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത മുതലാളിയായിട്ട് നമ്മളവരെന്ത് ചെയ്യും? മുദ്ര കുത്തും. പെരിന്തൽമണ്ണയിലെ ഷറഫു നമ്മളവിടെ ലീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് വിഭാവനം ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റായില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ആ സ്ട്രോങ് ലെവലുണ്ടല്ലോ, അത് മാറി മറിഞ്ഞാണ് പോകുന്നതെങ്കിൽ പ്രയാസം വരും. അപ്പോൾ ഗെയിമിലേക്ക് പോവാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി പറഞ്ഞാണ്. ഒരു ഹോൾസെയിൽ ബിസിനസ്സും ഒരു മാനുഫാക്ചറിങ് പ്ലസ് ഡിസ്ട്രിബ്യൂട്ടർ മാർക്കറ്റിങ്ങും ചെയ്യുന്നൊരു ബിസിനസ്സാകുമ്പോൾ കുറച്ച് വലിയ ബിസിനസ്സായി അല്ലേ? അപ്പോൾ നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ എടുക്കുന്നത്, നമ്മൾ തന്നെയാണ് മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഓൺ ബ്രാഞ്ചുകളുണ്ട്, നമ്മുടെ തന്നെ അല്ലാത്ത മറ്റ് ചാനലുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറേ വലിയൊരു ബിസിനസ്സിൻ്റെ മുതലാളിയായി. അപ്പം BSO സിസ്റ്റം ഓപ്പറേറ്റർ, BOM, BGM, ഓക്കെ. അപ്പോൾ എന്താണ് മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? എന്താ ഐറ്റത്തിന് പറ്റുന്നതായിരിക്കും? ഒരു ബിൽഡിങ് തന്നെ ആയിക്കോട്ടെ, അവിടെ വ്യത്യസ്തമാണ്. ഒരാളൊരു ലാൻഡ് തന്നു കഴിഞ്ഞാൽ അവിടെ ബിൽഡിങ് വെച്ച് അടുത്ത ഇലക്ട്രോണിക്സ് സെറ്റ് ചെയ്ത് അടുത്ത ഫർണിച്ചർ കൊടുത്ത് അടുത്ത IT ഓട്ടോമേഷൻ ചെയ്ത് അടുത്ത ഫുഡ് അലുവയൊക്കെ കൊണ്ട് കൊടുത്ത് അവിടത്തേക്ക് വേണ്ട കമ്പ്യൂട്ടറും കൊടുത്ത് അവിടത്തേക്ക് വേണ്ട മെഡിസിനും കൊടുക്കും. അതായത് മൊത്തം കൊടുക്കും നമ്മുടെ ഫേം. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം കൊടുക്കും. പോരെ? അങ്ങനെ ആരിപ്പോൾ ചെയ്യുന്നില്ല. ഒരു ലാൻഡ് കാണിച്ച് തന്നാൽ ആ വീടിൻ്റെ ഫുള്ള് കൊട്ടേഷൻ നമ്മളെടുക്കും. മെഡിസിൻ അടക്കം ആ വീട്ടിലേക്ക് നമ്മൾ ഡോക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. എന്ന് തന്നെ വെച്ചോ, അങ്ങനെ ചെയ്തുകൂടെ? ഇനി ചിന്തിക്കുമല്ലോ, ചിന്തിക്കൂല്ലേ? അത് കുഴപ്പമല്ലോ ഉണ്ടോ? ഒരു ലാൻഡ് കൊടുത്താൽ ആ വീടിൻ്റെ ഫുൾ കാര്യം ഏറ്റെടുക്കുന്ന രീതിയിലേക്കും ഇനി കാലഘട്ടത്തിൽ അങ്ങനെ ഒരൊറ്റ ആളെ തന്നെ ആശ്രയിക്കുക. അങ്ങനെയാണല്ലോ പൊതുവെ ഉണ്ടല്ലോ, ഒരു ഓട്ടോക്കാരനെ വിളിച്ചാൽ അയാളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു വീടുകളിൽ. അങ്ങേയറ്റം പഞ്ചായത്തിലെ അപേക്ഷ വരെ ചിലപ്പോൾ അവനെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യിപ്പിക്കും. എല്ലാ കാര്യവും അവനെ കൊണ്ട് ചെയ്യിക്കും. കടയിൽ കയറി പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഓട്ടോയിൽ അടുപ്പി വെപ്പിച്ചു, ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ചെയ്യിപ്പിക്കും. ഇത് നമ്മുടെ ഒരു മലയാളികളുടെ രീതിയാണ്. അപ്പം ഇതിനെ ഓരോത്തിനും റിസോഴ്സ് നമുക്ക് അങ്ങനത്തെ ബിസിനസ് വെക്കാം അല്ലേ? അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ എല്ലാ കാര്യം ചെയ്യുന്ന ആ ഒരു ഫേമാകുമ്പോൾ ആ ഫേമിൻ്റെ പിന്നെ ഒരു 30% ഫർണിച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാറ്, ബാക്കി 70% എന്താണ്? ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഒരു 30% ഓപ്പറേഷൻ, 70% എന്തായിരിക്കും? ഫർണിച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. കൺസ്ട്രക്ഷൻ്റെ 70% എന്തായിരിക്കും? അതിൻ്റെ കാര്യങ്ങളായിരിക്കും. 30% പിന്നെ നമ്മൾ മറ്റ് സ്റ്റാഫിനെ മാനേജ് ചെയ്യലും കാര്യങ്ങളായിരിക്കും. ഇലക്ട്രോണിക്കൽ മുഴുവൻ പ്ലംബിങ്, ഇലക്ട്രോണിക് അങ്ങനെയുള്ള ഐറ്റമല്ലേ? നമ്മൾ എന്തോ ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ വെക്കാം. മൊത്തത്തിൽ ആ ഭാഗം ഫുള്ള് മൂപ്പര്. അപ്പം അതാണ് ഇദ്ദേഹം. IT റിലേറ്റഡ് അവിടെ മുഴുവൻ ഓട്ടോമേഷൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനും അവരുടെ കുടുംബത്തിനും ഈ കസ്റ്റമർ കുടുംബത്തിനും എല്ലാം മെഡിസിൻ വിതരണം ചെയ്യുന്ന ആൾ മൂപ്പരും. അലുവ, ബേക്കറി, ഫുഡ് ഐറ്റംസ്, എന്ത് സാധനങ്ങളും നമ്മുടെ സ്റ്റാഫുകളിലേക്ക് എത്തിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ നമ്മളാണ്. എഡ്യൂക്കേറ്റഡ് IT ഫേമിൻ്റെ മുഴുവൻ സംഭവങ്ങളും ബാക്കിയുള്ള ഇത് നിങ്ങൾ സർവീസല്ലേ, സോഫ്റ്റ്വെയർ അല്ലേ, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അവരെന്ന് പറഞ്ഞാൽ ടൂൾസ് കൊടുക്കലാണ്, ലാപ്പ്, ഡെസ്ക്ടോപ്പ്, എല്ലാ വർക്കുകളുമാണ്. അപ്പോൾ ഇതിനെ ആണ് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പദ്ധതി. ഞാൻ അതിൻ്റെ ജനറൽ
മാനേജറാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു. എത്ര പ്രൊജക്റ്റാണ്? നമുക്കൊരു പ്രൊജക്റ്റ് വെക്കാം. എത്ര പ്രൊജക്റ്റാണ്? എളുപ്പം പറയാം, പെട്ടെന്ന് പറയുകയാണെങ്കിൽ 10 മിനിറ്റ് പരിപാടി തീരും. പെട്ടെന്നാണ്, സിമ്പിളാണ്. പെട്ടെന്ന് നൈസായിട്ടൊരു കാര്യം അങ്ങ് പറയാം, കാര്യം വിടുക. പറഞ്ഞോ. 50 പ്രൊജക്റ്റ് വന്നു അല്ലേ? 50 നമ്മൾ ഏതും എടുക്കും, നമ്മുടെ അടുത്ത് എന്തും പോവും അല്ലേ? അപ്പോൾ 50 പ്രൊജക്റ്റാണ് നമുക്ക് ടോട്ടൽ. ഓക്കെ, അതിൽ A, B, C കാറ്റഗറിയാണ്. 3 crore പ്രൊജക്റ്റും ഉണ്ട്, 1 crore പ്രൊജക്റ്റും ഉണ്ട്. അതിൻ്റെ താഴെ ഒരു ഏത് പ്രൊജക്റ്റ് വന്നാലും ഒരു 25 lakh എബോവ് പോകണല്ലോ അല്ലേ? ഒരു മിനി പ്രൊജക്റ്റ് വന്നാൽ എന്തായാലും 25 എബോവ് പോകും. അങ്ങനെ ഇത്തരം പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 crore പ്രൊജക്റ്റുകൾ നമുക്ക് ഏകദേശം 12 ഉണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 20 കൂട്ടാം. ഓക്കെ, ഇപ്പോൾ 32 ബാക്കി 18 പ്രൊജക്റ്റ് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ റീസെൻ്റ്ലി പ്രൊജക്റ്റുകൾ. അപ്കമിങ് നമുക്ക് അന്വേഷണം വരുന്നുണ്ട്, അതിൻ്റെ അണ്ടർ പ്രോസസ്സ് നടക്കുകയാണ്. 100 ലീഡ്സ് വരുന്നു. അതിൽ കൺവെർട്ടന് സാധ്യതയുള്ള ആളുകൾ 60 പേരാണ്. കാരണം 100 എണ്ണം വന്നാൽ 60 അറ്റൻഷനാണ്. അവെയർ അത് നമ്മൾ പഠിക്കണം. AAC എഴുതിക്കോ. AAC. മാർക്കറ്റിൽ നമ്മളൊരു ബിസിനസ് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പം അതിൻ്റെ AAC നമ്മൾ പഠിക്കണം. AAC. അതിൻ്റെ എന്താണ്? മാർക്കറ്റിൽ AAC വരുന്നത് 1 അവെയർ, ഏതാണ്? അറ്റൻഷൻ. 3 C ക്രെഡിബിലിറ്റി. എന്താണ്? ക്രെഡിബിലിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അറ്റൻഷൻ ചെയ്തത് ഇവരാണ്. ഇവിടെ ക്രെഡിബിലിറ്റി ഉള്ളവർക്കേ കൺവേർഷൻ വരുള്ളൂ. ഈ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്താൽ എന്തുണ്ടാവുള്ളൂ? അത് കൺവെർട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത് എത്തണമെങ്കിൽ ഈ 60 എത്ര വരും? 60% അറ്റൻഷൻ ആയാൽ അതിൽ നിന്നൊരു 30%. ഈ 30% എന്താവും? ലീഡും കൺവേർഷന് സാധ്യതയാണ്. അറിയോക്കെ വിതാജ്? ഈ 100 വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 50K ആണ് മന്ത്ലി. ഓക്കെ, ഡിജിറ്റലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് 50K. അങ്ങനെ 100 ലീഡ്സ് മന്ത്ലി നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടും പല നിലക്കും. അതിൽ നിന്ന് നമ്മൾ 100 എണ്ണത്തിൽ നിന്ന് ഈ 30% എടുത്തിട്ട് പോലും ആ ക്രെഡിബിലിറ്റി കിട്ടിയതിൻ്റെ കൺവേർഷൻ റേറ്റ് 10% ആണ്. 10%. അറിയോക്കെ ദാറ്റ്? അതായത് ഈ മാസത്തെ കൺവേർഷൻ നടന്നത് 100 നിന്ന് വരുമ്പോഴുള്ള 10 അല്ല, അതിൽ നിന്ന് പോയി 30 10 എന്ന് പറയുമ്പോൾ 3 പ്രൊജക്റ്റാണ് വന്നത്. എത്ര വന്നത്? 30 പേരെ കിട്ടേണ്ട സ്ഥാനത്ത് 10 കിട്ടിയത്. നമ്മുടെ ക്രെഡിബിലിറ്റി, നാം കൊടുക്കുന്ന ഹൈ വാല്യൂ വെച്ചിട്ട് 30 ക്ലയൻസ് പുതിയത് വരണം. പക്ഷേ വന്നത് 3. അത് എവിടെ നിന്നാണ് വന്നത്? ഈ 30ൻ്റെ എന്ത് വന്നു? 10%. അറിയോക്കെ ദാറ്റ്? ക്ലിയർ ആണോ? എന്താ കാരണം? ഈ അറ്റൻഷൻ ചെയ്ത ആളെ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? നമ്മുടെ സെയിൽസ് ടീമിന് പറ്റിയില്ല. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമിൻ്റെ ആ ലീഡ്സ് റെഡി ആയില്ല. അപ്പോൾ ഇതിൻ്റെ ഡെസിഗ്നേഷൻ ഞാൻ കൊടുത്തപ്പോൾ
ഞാൻ മാനേജറാണല്ലോ. ഇൻസൈഡിൽ ഞാൻ ഡെസിഗ്നേഷൻ കൊടുത്തപ്പോൾ സെയിൽസ് ടീമിൻ്റെ പവർ കൊടുത്തിരിക്കുന്നത് സാറിനാണ്. ഔട്ട്സൈഡിൽ ഞാൻ മാർക്കറ്റിംഗ് മാനേജ് ചെയ്യാവുന്ന പവർ കൊടുത്തിട്ടുള്ളത് ഈ സാറിനാണ്. ക്ലിയർ? ഇങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ 3-4 ജോലി ഉണ്ടാവുമല്ലോ. 1+1+ അല്ലേ? നിങ്ങളങ്ങനെ എത്തിക്കണം. ആക്ച്വലി മന്ത്ലി മീറ്റിങ്ങിന് മുതലാളി ഷൗട്ട് ചെയ്യുക, മാനേജരായ ഞാനൊന്നും മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ആ പണി ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സെയിൽസ് ടീമിനെ ഒന്ന് ആക്യുറേറ്റ് മോഡലിലേക്കൊന്ന് കൺവെർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ എനിക്ക് മാർക്കറ്റിനെ ഒന്ന് പിടിക്കായിരുന്നു. ഫണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റേണ്ടതാണെങ്കിൽ ആ ഡിസൈൻ എനിക്ക് എഴുതി മാറ്റി കൊടുക്കാമായിരുന്നു. പറ്റിയില്ല. ഷൗട്ട് എവിടെ കേട്ടത്? ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കേട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പല നിലക്ക് റീസൺ പറഞ്ഞ് മാറ്റി എഴുതാം എന്നൊക്കെ പറഞ്ഞ് മാനേജറായ ഞാൻ എന്ത് ചെയ്യും? അത് സഹിച്ചിങ്ങോട്ട് പോരും. നിനക്ക് പറ്റത്തില്ല, എണ്ണിച്ച് പോകൂ എന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, ആ കേൾവി കേട്ടുകൊണ്ട് വന്നിട്ട് ഒരു ഷൗട്ട് അങ്ങോട്ട് നടത്തും. ആണോ അല്ലേ? എന്താണ് നീ ആരാടാ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ? നീ വന്നിട്ട് 3 വർഷമേ ഉള്ളൂ, ഞാനവിടെ മുമ്പേ ഉള്ളതാ. ചിലപ്പോൾ വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, മറുപടി പറയും. അത് പറ്റിയില്ല, അത് അവൻ്റെ കുഴപ്പമാണ്, അടുത്ത കുഴപ്പത്തിലേക്ക് വെക്കും. ഞാനത് പറഞ്ഞതാണ്, ചെയ്തതാണ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എനിക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഞാൻ അവരെ വിളിക്കും, ഹോസ്പിറ്റൽ കേസായിരുന്നു, നിനക്കറിയാമല്ലോ, ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ വീട്. പിന്നെ ലുക്കുമാനത്തില്ലേ, എന്താ ലുക്കുമാനിത്? ഞാനെന്താ ചെയ്യാൻ? നമ്മൾ ലീഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ക്ലോസ് ചെയ്താൽ എൻ്റെ കുഴപ്പമാണ്. നമ്മൾ പണിയെടുക്കണം രാവിലെ. ഞാൻ 7 മണിക്ക് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പോയിട്ട് വീണ്ടും പണിയാണ്. അപ്പോൾ ഇങ്ങോട്ട് കുറ്റം പറയും. സത്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും ഷൗട്ട്. ഇതല്ലേ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്നത്? അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞില്ലേ? ഇതിനൊറ്റ കാരണം എന്താ? ഒരൊറ്റ കാരണം ഉണ്ടായിന്. ആ കാരണം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് റെഡിയാക്കിയാൽ സെറ്റ്. അറിയോക്കെ?